നന്മകളുടെയും ആശീർവാദങ്ങളുടെയും കാരണഭൂതനായ കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ തിരുവചന കേൾവിക്ക് വേണ്ടി വന്നെത്തിയിട്ടുള്ള ആദരണീയരായ സഹോദരീ സഹോദരന്മാർക്ക് വന്ദനങ്ങൾ. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പരിസര പ്രദേശങ്ങളിൽ ഇരുന്ന ഞങ്ങളുടെ പാട്ടുകൾ കേൾക്കുകയും പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സമചിഷ്ടങ്ങളായ സഹോദരവൃന്ദങ്ങളെയും ഞങ്ങൾ ഈ സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലസ് കണ്ടല എന്ന പേരിൽ യുണൈറ്റഡ് ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ മഹായോഗത്തിലേക്ക് തിരുവചന പ്രസംഗത്തിനായി എളിവനായ എന്നെയും ക്ഷണിച്ച ആദരണരായ കർത്തൃദാസിദാസന്മാർക്ക് വന്ദനങ്ങൾ. ഇന്നത്തെ യോഗ നടപടികൾ നിയന്ത്രിക്കുന്ന ദൈവസഭയുടെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ മോസസ് അവറുകൾ, ഈ പ്രസ്ഥാനത്തിന് നെടുനാഗത്വം വഹിക്കുന്ന ആദരണീയ കർത്തദാസൻ പാസ്റ്റർ ശിമാൻ മാനി ഷൈൻ അവറുകൾ, ചില മാസങ്ങളായി പരിചയപ്പെട്ട് ഇത്തരമൊരു മിനിസ്ട്രിയെക്കുറിച്ച് എന്നെ പരിചയപ്പെടുത്തുകയും ഇവിടേക്ക് ക്ഷണിക്കുകയും ചെയ്ത തൻ്റെ സഹോദരൻ പാസ്റ്റർ ഷർജൻ, അനുയോജ്യമായ ഒരു ഗാനം പാടി ഈ യോഗത്തെ സമ്പന്നമാക്കിയ, ആത്മീകമായി ഉത്തേജിപ്പിച്ച പാസ്റ്റർ ടൈറ്റസ് നെട്ടയം, അനുപമമായ ഗാനങ്ങളിലൂടെ നിങ്ങളെ സന്ധിക്കുന്ന ഈ ഗ്രാമത്തിന് അനുഗ്രഹമാകുന്ന മനോഹരമായ കൊയർ, തിരുവനന്തപുരം കാട്ടാക്കടയുടെ പല സ്ഥലങ്ങളിലും വരുവാൻ പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്നെ കൈക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള നിരവധി പാസ്റ്റർമാർ, സഹോദരീ സഹോദരന്മാർ ഇവിടെയുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്കും പിന്തുണയ്ക്കുമായി നന്ദി. വേദിയിലിരിക്കുന്ന ഇതര കർത്തദാസന്മാർക്കും ഇതിനഭിമുഖമായിരുന്ന് തിരുവചനം കേൾക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വേഗത്തിൽ തിരുവചന ധ്യാനത്തിന് വേണ്ടി അവസരങ്ങളെ വേർതിരിക്കുവാൻ ഞാൻ പ്രാർത്ഥന പുരസ്സരം ഇവിടെ നിൽക്കുന്നു. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കി വായിക്കേണ്ട തിരുവചന ഭാഗം ദയവായി ഒന്ന് വായിച്ച് സഹായിക്കുവാൻ ഞാൻ അപേക്ഷിച്ചു കൊള്ളുന്നു. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 5, 6, 7 വാക്യങ്ങളെ ആധാരമാക്കി നമുക്ക് തിരുവചനം ധ്യാനിക്കാം. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ. ഒരു ശബ്ദം കേട്ടു, സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലം കൈ ആകാശത്തേക്ക് ഉയർത്തി, ഇനി കാലം ഉണ്ടാകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അനുഗ്രഹീത രാത്രിക്ക് വേണ്ടി അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്കായി ചൊരിയുന്ന പുണ്യാഹ രക്തത്തിൻ്റെ ശക്തി ഇന്ന് ഞങ്ങൾക്ക് വിടുതലും സന്തോഷവും അനുഗ്രഹമാക്കി തീർക്കുന്നത് കൊണ്ട് സ്തോത്രം. വചന കേൾവിക്ക് വേണ്ടി കാതുകൾ മാത്രമല്ല ഹൃദയവും തുറക്കുവാൻ കർത്താവ് ജനത്തെ ഉത്തേജിപ്പിക്കണമേ. ദൈവവചനം ശരീരത്തിനും മനസ്സിലും രൂപാന്തരവും ശക്തിയുമാകട്ടെ. വചന കേൾവിക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, ദൂരത്തിരിക്കുന്നവരെയും ചെന്ന് തൊട്ടുണർത്തണമേ. യഹോവയുടെ വചനം അതിൻ്റെ ഉദ്ദേശശുദ്ധി സാധിക്കാതെ മടങ്ങി വരികയില്ലല്ലോ. കാര്യം പിടിയും തകർക്കുന്ന വചനത്തിൻ്റെ വീര്യം ഇന്ന് വലിയ പ്രവൃത്തിയാക്കി വെളിപ്പെടുത്തുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വലിയ വെച്ചിതാട്ടെ, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ടെ. വചനപ്രകാശനത്തിന് വിഘാതം നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ കോട്ടകളെയും ഞങ്ങൾ തകർക്കുന്നു. യേശുവിൻ്റെ രക്തമുഖാന്തരം ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൻ്റെ വലിയ ശക്തി ജനങ്ങളേവരും ആസ്വദിക്കുവാൻ കൃപിച്ചിതാട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ ബൈബിളിലെ ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നാം
വാക്യം ഉദ്ധരിച്ചത്. ആ വാക്യത്തിൻ്റെ സാരാംശം ഇങ്ങനെയാണ്: ബലവാനായ ഒരു ദൂതൻ തൻ്റെ വലം കാൽ ഭൂമിയിലും അടുത്ത കാൽ സമുദ്രത്തിലും ചവിട്ടി നിന്നു. അവിടുന്ന് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി സിംഹം അലറുന്നത് പോലെ അത്യുച്ചനാദത്തിൽ അലറി ഒരു വിളംബരം പ്രഖ്യാപിക്കുന്നു: ഇനി കാലമുണ്ടാകയില്ല. ഏഴാം ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ രഹസ്യം അഥവാ മർമ്മം അവിടുന്ന് തൻ്റെ ദാസന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകും എന്ന് സ്വർഗവും ഭൂമിയും അതിലുള്ള ചരാചരങ്ങളെ ഒക്കെ സൃഷ്ടിച്ച ദൈവത്തെ സാക്ഷിയാക്കി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി ഞാൻ വിളംബരം ചെയ്യുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതാണ് വാക്യത്തിൻ്റെ സാരാംശം. വിശുദ്ധ ബൈബിളിനെ ഉലകത്തിലെ ഇതര മതഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണ്? യേശുക്രിസ്തു എന്ന വ്യക്തി ഇതര മഹാന്മാരിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തീയതയുടെ ശക്തി സൗന്ദര്യങ്ങൾ ഇതര ആധ്യാത്മിക ചിന്തകളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇത് പറയുന്നതിനുള്ളതാണ് സുവിശേഷ യോഗം. നമ്മൾ മതസൗഹാർദ്ദത്തെക്കുറിച്ചും മനുഷ്യ സൗഹാർദ്ദത്തെക്കുറിച്ചും ഒക്കെ കേട്ടു. ഞാനും അതൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ഇന്ത്യ ഒരിക്കൽ ക്രൈസ്തവ രാജ്യമാകുമെന്നും ഒരു ക്രിസ്ത്യാനി ഇന്ത്യ ഭരിക്കുമെന്നും രാഷ്ട്രപതി ക്രിസ്ത്യാനി ആയിരിക്കണമെന്നൊന്നും സ്വപ്നം കാണാത്ത ഒരു ഉപദേശിയാണ് ഞാൻ. അങ്ങനെ ഒരു കാലം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് വാക്യത്തെളിവുകളുമില്ല. ഇന്ത്യ എന്നും അതിൻ്റെ മതേതര സ്വഭാവം സൂക്ഷിക്കണം. ക്രിസ്ത്യാനിക്കും പ്രസിഡന്റാകാം, പ്രധാനമന്ത്രിയാകാം, നിരീശ്വരനുമാകാം, മുസൽമാനുമാകാം, ഹൈന്ദവനുമാകാം, ബുദ്ധിസ്റ്റിനുമാകാം, പാർസിക്കുമാകാം. ഒരേ ഒരു യോഗ്യത, ഇന്ത്യക്കാരനായിരിക്കണം, അത് മാത്രം. ചുരുക്കി പറഞ്ഞാൽ ചിലരെങ്കിലും ധരിച്ചു വച്ചിട്ടുണ്ട് ഭാരത ക്രിസ്ത്യാനികൾ ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ മുഴുവൻ ക്രൈസ്തവവൽക്കരിക്കാനാണ്. തെറ്റിദ്ധാരണയാണത്. ഞങ്ങളുടെ ലക്ഷ്യം യേശുവിനെ കുറിച്ച് ഇന്ത്യ എന്നല്ല, ഉലകം മുഴുവൻ പ്രസ്താവിക്കുക. ഉലകത്തിലെ മുഴുവൻ ആളുകളും ഇത് കേട്ട് ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് വരും എന്നും ഞങ്ങൾ കരുതുന്നില്ല. ഉലകത്തോട് പലയാവർത്തി ഞങ്ങളിത് പ്രസംഗിച്ചിട്ടും വളരെ ചെറിയൊരു സമൂഹമേ ഇതിലേക്ക് വരൂ എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. ചെറിയ കൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട. വീണ്ടും പറയുന്നു, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ എനിക്ക് സർദീസിലുണ്ട്. ഒരു വലിയ ജനാവലിയുടെ ആരവാരമല്ല, ലോകത്തെത്ര രാഷ്ട്രങ്ങളിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ട് എന്നതല്ല, എത്ര മഹാന്മാർ ക്രിസ്ത്യാനിറ്റിയുടെ വക്താക്കളായി രംഗത്ത് വന്നിരിക്കുന്നു എന്നതല്ല ഇതിൻ്റെ ശക്തി സൗന്ദര്യം. ഇതിൻ്റെ ശക്തി യേശുക്രിസ്തുവാണ്. ഇതിൻ്റെ സൗന്ദര്യം അവിടുത്തെ വചനമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അനുഭവമായ ഒരു സന്ദേശമാണ് സുവിശേഷം. ഞാൻ സുവിശേഷം ആദ്യ ദിനങ്ങളിലൊക്കെ പ്രസംഗിച്ചു. അതിൻ്റെ താളത്തിൽ നിങ്ങൾ കേട്ടിരിക്കാം. ഇത്തരം യോഗങ്ങളിൽ യഥാർത്ഥമായി സംഭവിക്കേണ്ട ഒരു ഘടന, ആരംഭ ദിനങ്ങളിലെ പ്രസംഗകർ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചും പിന്നീട് സ്നാനം ഉൾപ്പെടെയുള്ള ഉപദേശങ്ങളെക്കുറിച്ചും ഒടുവിലേക്ക് വരുമ്പോൾ പുനരാഗമന ചിന്തകളും പ്രസംഗിക്കണം. അതാണ് സുവിശേഷ യോഗങ്ങളുടെ ഒരു ക്രമം. ഇന്നതൊക്കെ മാറി ആദ്യം മുതൽ അവസാനം വരെ ട്യൂമർ മാറ്റുന്ന പണിയാണ് സുവിശേഷം. ഇപ്പം ട്യൂമർ ഇല്ലാത്തവൻ എന്ത് ചെയ്യും? ഇനി മുതൽ യോഗത്തിന് വരെ ട്യൂമർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇത് കേൾക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാലം എത്തുന്നത്. തിരുവഴുത്തിൽ പറയുന്ന പോലെ യുദ്ധം അറിയാത്ത ഒരു തലമുറയുടെ യുദ്ധമാണ് ഇന്ന് പലയിടത്തും സംഭവിക്കുന്നത്. അതൊക്കെ പോകട്ടെ, നമ്മുടെ ഉള്ളടക്കം തീരില്ല. വചനത്തിലേക്ക് നമുക്കൊന്ന് അടുത്ത് വരാം. ഭൗതികമായ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കൂടി ഒരു വാദത്തിന് വേണ്ടി നമുക്ക് സമ്മതിക്കാം, ഉലകത്തിലെ ഏറ്റവും വലിയ മതം ക്രിസ്ത്യാനിറ്റിയാണ്. ഉലകത്തിലെ ഏറ്റവും അധികം ആളുകൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും കേൾക്കുന്നതും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനമാണ്.
അതിലൊരു അതിരിവിട്ട അഭിമാനത്തിനൊന്നും വകയില്ല. കാരണം ആ ക്രൈസ്തവർക്കിടയിൽ രക്ഷിക്കപ്പെടാത്തവരാണ് ഭൂരിപക്ഷം, സ്നാനപ്പെടാത്തവരാണ് ഭൂരിപക്ഷം. അതിൻ്റെ ഒരു മേധാവി അടുത്ത കാലത്ത് പറഞ്ഞു, വേണമെങ്കിൽ സ്വർഗരതിക്കാരെ കൂടെ നമുക്ക് സഹകരിപ്പിച്ചു കൊണ്ടുപോകണം. ആ പുള്ളിയും ക്രിസ്ത്യാനിയാണ്. അത് കേട്ടിട്ട് പ്രതികരിക്കാൻ ഒറ്റ മനുഷ്യനും ഉണ്ടായില്ല. തെറ്റാവരമുള്ളവൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ തെറ്റുപറ്റുന്ന നമ്മുടെയൊക്കെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കിക്ക്. അതുകൊണ്ട് അഭിമാനിക്കാൻ വരട്ടെ, ഇന്ന് കാണുന്ന ക്രിസ്ത്യാനിത്വത്തിൻ്റെ ഒരു ഭാഗം കാപട്യത നിറഞ്ഞതാണ്, ഒരു ഭാഗം മ്ലേച്ഛത നിറഞ്ഞതാണ്. മറുവശത്ത് ഒരു വസ്തുത കൂടി ഉണ്ട്. സത്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു വലിയ ജനാവലി ഇന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതാണ് നമ്മുടെ ആവേശം. യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അതാണ് നമ്മുടെ താല്പര്യം. സ്തോത്രം. വിശുദ്ധ ബൈബിളും അനുബന്ധ ചിന്തകളും ഒക്കെ സംബന്ധിച്ച് ഒട്ടേറെ സംവാദങ്ങൾ നടക്കുന്ന ഒരു കാലമാണ്. അതിലൊന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് എന്ന വിഷയമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് എന്നത് ഇന്ന് പല വേദികളിലും പ്രസംഗിക്കപ്പെടുന്നില്ല. സാത്താൻ ഏറ്റവും അധികം വിലക്കുന്നു ഈ ശബ്ദം പുറത്തു വരാതിരിക്കാൻ, ഈ ശബ്ദം ജനം കേൾക്കാതിരിക്കാൻ, ഈ വിഷയം പ്രസംഗിക്കാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ എന്തെല്ലാം തെറ്റായ നിലയിൽ ആളുകൾ വിശുദ്ധ ബൈബിളിലെ യേശുവിൻ്റെ പുനരാഗമന ചിന്തകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു കാലഘട്ടം. വീണ്ടും പറയട്ടെ, ഞാൻ ഈ കണ്ടള എന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് 2000 പരം ആണ്ടുകൾക്കപ്പുറത്ത് മരിച്ചടക്കപ്പെട്ടു പോയ ഒരു പാലസ്തീനയിലെ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റിട്ട് ഇനിയും ഭൂമിയിൽ വന്നൊരു രാജ്യം സ്ഥാപിക്കും എന്ന് പ്രസംഗിക്കുന്നത് ഒരു വിഡിത്തമല്ലേ? അതൊരു ഭോഷ്കല്ലേ? അത് സുഖമുള്ളൊരു ഏർപ്പാടാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരളവ് വരെ നിങ്ങളുടെ ചിന്തയ്ക്ക് അശാസ്ത്രീയതയില്ല. ഏതൊരു സാമാന്യ മനുഷ്യനും ചോദിക്കുന്ന ചോദ്യം, 2000 ആണ്ടുകൾക്ക് പുറത്ത് മരിച്ചടക്കപ്പെട്ടവൻ ഇനിയും വന്നൊരു രാജ്യം സ്ഥാപിക്കുമെന്നും അങ്ങനൊരു രാഷ്ട്രം ഉണ്ടാകുമെന്നും ഒക്കെ പ്രസംഗിക്കുന്നത് അന്ധവിശ്വാസമല്ലേ? സംഭവിക്കുമോ? ഞാനും ഒരിക്കൽ ഇങ്ങനെ കരുതിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ എന്നെപ്പോലുള്ള സുഹൃത്ത് ഇപ്പോൾ ഇവിടെ നിന്നെങ്കിലും കരുതുന്നെങ്കിൽ, സ്നേഹിത, താങ്കൾ നീചനോ നികിഷ്ടനോ നിന്യനോ ഒന്നുമല്ല. ആ സംശയം ന്യായം. പക്ഷെ ഞങ്ങളുടെ ആ സംശയം പരിഹരിക്കപ്പെട്ടു. കാരണം ഞങ്ങൾ ആത്മാർത്ഥമായി അറിയുന്നു, യേശു വരും, അവിടുത്തെ രാജ്യം സ്ഥാപിക്കും. എന്റെ രാജാവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. താമസം വിന തന്റെ കാന്തിക ചേർക്കാൻ ഇഹത്തിലേക്ക് പുനരാഗമനം ചെയ്യുന്ന യേശുവെ കുറിച്ചുള്ള സദ്വർത്തമാനമാണ് സുവിശേഷം. ഞങ്ങളെ ഇത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം, യേശുക്രിസ്തു ജനിക്കും മുമ്പ് യേശുവെ കുറിച്ച് പറഞ്ഞത് 100 കണക്കിന് പ്രവചനങ്ങളാണ്. പ്രവാചക ശ്രേഷ്ഠന്മാർ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചതെന്തോ അതെല്ലാം കൃത്യമായി നിറവേറി. അവൻ യഹൂദകുലത്തിൽ ജനിക്കും എന്ന് പ്രവാചകൻ പ്രവചിച്ചു. അവൻ അവിടെ ജനിച്ചു. അവൻ കൃത്യമായി നിജപ്പെടുത്തിയ സമയത്ത് കാലത്തിന്റെ സമ്പൂർണതയിൽ ജനിക്കും എന്ന് എഴുതി വെച്ചു. അത് സംഭവിച്ചു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് എഴുതി വെച്ചു. അത് യാഥാർത്ഥ്യമായി. അവൻ സ്വന്തം സമൂഹത്താൽ ഭ്രഷ്ടനാക്കപ്പെടും, നിരസിക്കപ്പെടും എന്ന് എഴുതി വെച്ചു. അത് സംഭവിച്ചു. അവൻ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടും എന്ന് എഴുതി വെച്ചു. അത് സംഭവിച്ചു. അവൻ സ്വജനത്താൽ നിന്ദിക്കപ്പെട്ട് ക്രൂശിക്കപ്പെടും എന്ന് എഴുതി വെച്ചു. അത് സംഭവിച്ചു. ക്രൂശിക്കപ്പെട്ടവനെ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കും എന്ന് എഴുതി വെച്ചു. അത് യാഥാർത്ഥ്യമായി. ഒടുവിൽ മരണത്തെ ജയിച്ച് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എഴുതി വെച്ചു. അതും യാഥാർത്ഥ്യമായി. കല്ലറയുടെ കവാടത്തെ ബന്ധിച്ചിരുന്ന മഹാശിലകളെ തട്ടിത്തരണം ചെയ്തുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോയ ആ ക്രിസ്തു പുനരാഗമനം ചെയ്യും എന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ആ ഒരു വസ്തുതയാണെങ്കിൽ, ഞങ്ങൾ ഈ വിശ്വാസത്തിന് പേര് പറയും ഉയർപ്പിന്റെ ശക്തി. മരണത്തെ അതിജീവിക്കുന്ന ഉയർപ്പിന്റെ ശക്തിയുടെ കാരണഭൂതനായ സർവ്വകൃപാലുവായ ദൈവത്തിന്റെ പുത്രനെ ഈ വചനം കേൾക്കുന്ന നടുവിൽ ഞങ്ങൾ ഇതിനെ ഉയർത്തിക്കാണിക്കട്ടെ. മറ്റൊരുത്തരിലും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരൊറ്റ നാമം, യേശുക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അവിടുന്ന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനം പ്രഭു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിളിൽ ഒരു മതഗ്രന്ഥം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഒരു പ്രവചന ഗ്രന്ഥമാണ്. ചില സുഹൃത്തുക്കളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ ബൈബിള്
മനുഷ്യന്റെ കൈകടത്തൽ കൊണ്ട് മലിനമായ ഒരു പുസ്തകമാണ്. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തെയും യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള ചിന്തകൾ മുഴുവൻ പൗലോസ് എഴുതിയതാണ്. പൗലോസ് സ്വന്തം കാര്യം പോലും വേണ്ടുമണ്ണം ഈ പുസ്തകത്തിൽ എഴുതാൻ പരിശുദ്ധാത്മാവ് സമ്മതിച്ചില്ല. ഇങ്ങനെ കല്യാണം കഴിച്ചാണോ മക്കളുണ്ടായിരുന്നോ ഒന്നും നമുക്കറിയില്ല. പൗലോസിനെ കുറിച്ച് പോലും ഒന്നും എഴുതാൻ പൗലോസിന് നേരം കിട്ടിയില്ല. യേശു എന്ന പദം കേൾക്കുമ്പോൾ പൗലോസിന് ആവേശം കയറും, ആ കൺട്രോളെല്ലാം അങ്ങ് നഷ്ടപ്പെടും. അത് പൗലോസിന് മാത്രമല്ല, നമുക്കുമുണ്ട് ആവേശം. യേശു എന്ന പേര്, യേശു എന്ന പേര് കേൾക്കുമ്പോൾ അവനെ ചെന്ന് വധിക്കുവാനോ കുത്തിക്കൊല്ലുവാനോ തകർക്കുവാനോ ബോംബിടാനോ ഉള്ള ആവേശമല്ല, അവിടുന്ന് എനിക്കായി മരിച്ചു എന്ന ഓർമ്മ കണ്ട് ഹൃദയത്തിൻ്റെ അന്തരംഗങ്ങളിൽ നിറയുന്നൊരു നന്ദി അത് യേശുവിന് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഉലകത്തിൽ രക്ഷാനിർണയം പ്രാപിച്ച ഒറ്റ ക്രിസ്ത്യാനിക്കും ആയുധമെടുക്കാൻ കഴിയില്ല, ഒറ്റ ക്രിസ്ത്യാനിക്കും അവരെ ദ്രോഹിക്കാൻ കഴിയില്ല. സന്തോഷമല്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് ഞാൻ ഇന്ന് നമുക്ക് ഈ മൈക്ക് സാക്ഷനും ഒക്കെ തന്ന ആദരണീയരായ ഭരണകൂടത്തിന് നേരെ സ്നേഹാധിഷ്ഠിതമായ ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ട് തുടങ്ങാൻ പോവാം. വെല്ലുവിളിക്കുന്ന കുഴപ്പമില്ല, സ്നേഹാധിഷ്ഠിതമായ ഒരു വെല്ലുവിളി ഞാൻ ആഭ്യന്തര വകുപ്പിനെതിരെ തൊടുത്തുവിടുകയാണ്. ചെന്നിത്തല സാറ് ക്ഷമിക്കണം സാർ. അങ്ങയുടെ പോലീസും പട്ടാളവും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ നാടായ നാടെല്ലാം ഇങ്ങനെ അരിച്ചു പെറുക്കുകയാണ്. അങ്ങ് നിയോഗിച്ചിരിക്കുന്ന സൈന്യവും കേന്ദ്രസേനയൊക്കെ ഇറങ്ങി മാവോയിസ്റ്റുകളെ തേടി വയനാടൻ ഗ്രാമങ്ങൾ, തിരുനെല്ലിക്കാടുകളൊക്കെ അലയുകയാണ്. ഈ പോന്ന പോക്കിൽ വടിവാളെടുക്കുന്നു, മാരകായുധങ്ങൾ എടുക്കുന്നു, സ്ഫോടക വസ്തുക്കൾ എടുക്കുന്നു. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ അല്ല ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ നിരവധി മത സംഘർഷങ്ങൾ നടക്കുന്നു. പക്ഷെ ഇന്ന് വരെ ഈ പോലീസുകാരും ഞങ്ങളുടെ ഹാളുകളിൽ ഒന്ന് വന്ന് റെയ്ഡ് നടത്തിയിട്ടില്ല. ഇതാ ഞങ്ങളുടെ സങ്കടം. സമയം കിട്ടുമ്പോൾ ഈ പോലീസുകാരെയൊക്കെ ഞങ്ങളുടെ ഹാളിലേക്കൂടെ വിടണം, ദയവായി വിടണം. ഞങ്ങളുടെ ഹാളും കൂടി റെയ്ഡ് ചെയ്യണം. ബ്ലസ് കണ്ടലം മുതൽ റെയ്ഡ് തുടങ്ങണം. ഞങ്ങളുടെ കഥദാസിൻ്റെ വീടടുത്തുണ്ട്, അവിടെ മുതൽ റെയ്ഡ് ചെയ്യണം. ഞങ്ങളെ ആരെയും വിടാൻ പാടില്ല. എന്നിട്ട് വെല്ലുവിളി മുമ്പോട്ട് വെക്കാം. തൻ്റെ ഇടമുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പിടി വെടിമരുന്നെടുക്കാൻ? തൻ്റെ ഇടമുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കടാര എടുക്കാൻ? തൻ്റെ ഇടമുണ്ടോ ഒരു വടിവാളെടുക്കാൻ? ധൈര്യമുണ്ടോ ഒരു തോക്കെടുക്കാൻ? മതത്തിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ഒരോലപ്പടക്കം പോലും പൊട്ടിക്കാത്ത, ഒരു തുള്ളി രക്തം ചീന്താത്ത, ഒരുവരെയും കൊലപ്പെടുത്താത്ത ഒരൊറ്റ മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിന്റെ മാർഗം. അവൻ ഞങ്ങളുടെ ആവേശം, അവിടുന്ന് ഞങ്ങളുടെ ശക്തി, അവിടുന്ന് ഞങ്ങളുടെ ചൈതന്യം. ഇന്ന് രാത്രി അവനെ തിരിച്ചറിഞ്ഞ് നമുക്ക് പറയാം, അവൻ ഞങ്ങളുടെ ലഹരി, അവൻ ഞങ്ങളുടെ ആവേശം, അവൻ ഞങ്ങളുടെ ശക്തി. ആ ശക്തി ഉള്ളത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പറയാ, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അഖണ്ഡിതമായ ആ സത്യം ഒരിക്കൽ കൂടി കണ്ടല ഗ്രാമത്തെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഈ ആധ്യാത്മിക ചിന്തയുടെ ആഴങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. യേശു ക്രിസ്തു വരാൻ സമയം അടുത്തിരിക്കുന്നു. യേശുവിൻ്റെ വരവ് ആകസ്മികമല്ല. വലിയ നിയമപ്രശ്നമൊക്കെ വരുമ്പോൾ മന്ത്രിമാർ കുലുങ്ങും എന്നൊക്കെ പറയുമ്പോൾ അവർ പറയില്ലേ, നിയമം അതിൻ്റെ വഴിക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടിലോട്ട് ചെല്ലുകയല്ല, നിയമം വരുന്ന വഴിക്ക് മന്ത്രിയുടെ വീടല്ലേ, മാറിപ്പോയേക്കാം, ഞാൻ ഈ വഴി അങ്ങ് പോവാം, നിയമം അതിൻ്റെ വഴിക്ക് പോകും. അങ്ങനെ നിയമം ഏതെങ്കിലും വഴിക്ക് പോകുന്ന വഴിക്ക് കയറുന്ന എവിടെയാ? ഒരു ദുർബലൻ്റെ വീട്ടിൽ കയറി അവനെ പിടിച്ചോണ്ട് പോകും. നിയമത്തിന് വല്ലാത്തൊരു സ്വഭാവമാണ്. ചോദിച്ചപ്പോൾ യാദൃച്ഛികമായിട്ട് പറ്റിപ്പോയതാണ് സംഭവിച്ച. യേശുവിൻ്റെ വരവും പോക്കൊന്ന് യാദൃച്ഛികമല്ല, അത് നിയമപ്രകാരമായിരുന്നു. യേശു ജനിക്കും മുമ്പ് യേശുവെ കുറിച്ചുള്ള പ്രവചനത്തിന് അനുഗുണമാം വിധത്തിൽ ഒരു കാലത്തെ ഒരുക്കി വെച്ചിട്ടാണ് പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. വെറുതെ വന്നതല്ല. ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പ്രീ എക്സിസ്റ്റൻസിൽ വിശ്വസിക്കുന്നു, അവന്റെ മുൻ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നു. BC 4 അഥവാ 2 ഒരു ഡിസംബർ മാസത്തിലോ ജനുവരി മാസത്തിലോ ജനിച്ചു എന്ന് ലോകം എഴുതി വെച്ചിരിക്കുന്ന കണക്കുകളിലല്ല ഞങ്ങളുടെ വിശ്വാസം. ബേത്ലഹേമിലെ ജനനത്തിനപ്പുറത്ത് യേശു ഉണ്ടായിരുന്നു.
ബേത്ലഹേമിലെ ജനനത്തിന്റെ 1000 ആണ്ടുകൾക്ക് മുമ്പ് യേശു ഉണ്ടായിരുന്നു. ബേത്ലഹേമിലെ ജനനത്തിന്റെ 2500 ആണ്ടുകൾക്കപ്പുറത്ത് ന്യായപ്രമാണ ദാതാവായ മോശ ജനിക്കും മുമ്പ് യേശു ഉണ്ടായിരുന്നു. മോശയുടെ പൂർവികനായ അബ്രഹാം ജനിക്കും മുമ്പ് യേശു ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ തലതൊട്ടപ്പനായ അദ്ദേഹത്തിന്റെ പൂർവികനായ ആദം ജനിക്കും മുമ്പ് യേശു ഉണ്ടായിരുന്നു. ആദം ഹവ്വ സൃഷ്ടിക്കപ്പെടും മുമ്പ്, ചരാചരങ്ങൾ നിയമിക്കപ്പെടും മുമ്പ്, പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടും മുമ്പ് യേശു ഉണ്ടായിരുന്നു. സകല ജലാചരങ്ങളെയും നിയമിക്കണമെന്നുള്ള സ്വർഗീയ പദ്ധതി രൂപപ്പെടും മുമ്പ് യേശു ഉണ്ടായിരുന്നു. ആ യേശുവിന്റെ നിന്ന ജീവിതത്തിൽ ചുമന്നെടുത്ത ധന്യനാകുന്ന മോശ തന്റെ സഹോദരന്റെ മരണക്കിടക്കയിൽ അദ്ദേഹം ഇഹലോകവാസം വെടിയുമ്പോൾ ആ യേശുവിനെ ഹൃദയത്തിൽ കൊണ്ടിട്ട് പറയുക, കർത്താവേ, അവിടുന്ന് തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സ്ഥാപിച്ചതിനു മുമ്പ് അങ്ങ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമായിരുന്നു. അറിയുക സഹോദരരെ, ക്രിസ്തു ഒരു പുതുമയല്ല, അതൊരു പുതിയ വ്യക്തിത്വമല്ല. ബേത്ലഹേമിലെ ജനനത്തിനും കാലങ്ങൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന നസ്രായനെ കുറിച്ചുള്ള അനുപമായ സന്ദേശം, അതാണ് സുവിശേഷം. അവൻ ആത്യന്തികനായ ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. യേശു ബേത്ലഹേം മുതലല്ല, അവൻ മനുഷ്യാവതാരം ചെയ്തതാണ് ബേത്ലഹേമിൽ. ഇത് സംബന്ധിച്ചുള്ള ഏത് ചോദ്യങ്ങൾക്കും ഞങ്ങളുടെ പക്കൽ സമൃദ്ധമായ മറുപടിയുണ്ട്. ദൈവത്തിന് മക്കളുണ്ടോ? തീർച്ചയായും മക്കളുണ്ട്. നമ്മളെല്ലാം ദൈവമക്കളാണ്. ദൈവത്തിന് മകനുണ്ടോ? ദൈവത്തിന് മകനുണ്ടായില്ലെങ്കിൽ ദൈവം സർവശക്തനല്ലെന്ന് വരുന്നു. മകനുണ്ടാകണം. നാളെ ഒരു മകൾ വേണമെന്ന് തീരുമാനിച്ചാൽ മകളും ഉണ്ടാകും. അങ്ങനെ പദ്ധതിയില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ദൈവ പദ്ധതി ഇല്ല, അതുകൊണ്ടാണ്. ഏത് ചോദ്യത്തിനും സമൃദ്ധമായ മറുപടി ഞങ്ങളുടെ പക്കലുണ്ട്. സൗമ്യതയുടെ ആത്മാവിൽ പ്രതിവാദം പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഏവർക്കും സ്വാഗതം. ചുരുക്കി പറഞ്ഞാൽ, ദൈവപുത്രനായ ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കുന്നതിനെ കുറിച്ചുള്ള പ്രവചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. കാലസമ്പൂർണത വന്നപ്പോൾ ഗലാത്യർ 4:4 രേഖപ്പെടുത്തുന്നു, ദൈവം തന്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി സ്ത്രീയുടെ സന്തതിയായി ഇഹത്തിലേക്ക് അയച്ചു. യേശുവിന് കിട്ടിയ പേരാണ് സ്ത്രീയുടെ സന്തതി. ചില സഹോദരന്മാർ പറയുന്നു ഈ സ്ത്രീയുടെ സന്തതി യേശു ക്രിസ്തു ഒന്നും അല്ല. അതിന്റെ കാരണം പറയുന്നത്, അവൻ സർപ്പത്തിന്റെ തല തകർക്കും, സർപ്പം അവന്റെ കുതികാൽ തകർക്കും. ഇത് യേശുവിന് ബാധകമല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഞാനിങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സഹോദരനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. സ്നേഹിത, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്നെഴുതിയ പ്രവചനം നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഈജിപ്തിൽ യേശു വരുന്ന കാര്യമാണ്. അതിൻ്റെ താഴെയും മുകളിലും കിടക്കുന്ന വാക്യം യേശുവിന് ചേരില്ല. ഈ മകൻ മഹാ അവിശ്വസ്തനും തല്ലിപ്പൊളിയാന്ന് എഴുതിയിരിക്കുക. അത് ഇസ്രയേലിനെ ഡയറക്റ്റായിട്ട് കൊള്ളിക്കുന്ന അനുസരണം കിട്ട മകൻ. യേശു അനുസരണം കിട്ട ആളല്ലല്ലോ. പിന്നെന്തുകൊണ്ട് മത്തായി പറയുക, എന്നെഴുതിയ പ്രവചനം നിവൃത്തിയാകുവാൻ സംഗതി വന്നു. എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു പ്രവചനത്തിന് പ്രാഥമിക അർത്ഥം, നിരന്തരാർത്ഥം, ആത്യന്തികാർത്ഥം, ഇങ്ങനെ 3 അർത്ഥങ്ങളുണ്ട്. ആ 3 അർത്ഥത്തിൽ എവിടൊക്കെ കൊള്ളുവോ അതൊക്കെ അതിൻ്റെ നിവൃത്തിയാ. അതുകൊണ്ട് യേശു സ്ത്രീയുടെ സന്തതി. കാലത്തിന്റെ സമ്പൂർണതയിൽ യേശു സ്ത്രീയുടെ സന്തതിയായി പിറന്നു. എന്താണ് ഈ കാലത്തിന്റെ സമ്പൂർണത? ഒടുവിലും കണ്ടത് കാലം ഇനി ഉണ്ടാകില്ല. എന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു തുടങ്ങുകയാണ്, എന്താണ് ഈ കാലം? കാലം ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓട്ടിസ്റ്റായി നമുക്കൊരു മറുപടി പറയാമോ? എന്താണ് ഈ കാലം? കാലം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? മറുപടി ഉണ്ടോ ആർക്കെങ്കിലും? എന്നോട് പറയണ്ട, സ്വന്തം മനസ്സിനോടൊരു മറുപടി പറഞ്ഞു. എന്താണ് ഈ സമയം അല്ലെങ്കിൽ കാലം? സമയം എന്തായി നമുക്ക് പറയാം, പക്ഷെ സമയം എന്താകുന്നു നിങ്ങൾ പറഞ്ഞില്ല. ഇപ്പം ഞാൻ പറയാൻ പോവാണ്, നിങ്ങളാരും പറയുന്നില്ല. ഇനി ഞാൻ പറയാൻ പോവാണ്, എന്താണ് ഈ കാലം? കാലം എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ളതായ ഒരു ഇതാണ് കാലം. ഇതിൽ പേര് എന്തോ പറയണ്ടേ? അതിനപ്പുറത്തൊരു നിർവചനം ഇല്ല കാലത്തിന്. എന്നാൽ കാലത്തിന് ഫിസിക്സുമൊക്കെ പറയുന്ന, ഭൗതിക ശാസ്ത്രം പറയുന്ന ഒരു നിർവചനം പറയാൻ ഞാൻ ശ്രമിക്കാം. സംഭവങ്ങളെ ഉൾക്കൊള്ളുന്നത് എന്തോ അതാണ് കാലം. ബ്ലസ് കണ്ടല ഒരു കാലത്താണ് നടന്നത്.
ആദം ജനിച്ചതൊരു കാലത്താണ്, ആദം മരിച്ചത് മറ്റൊരു കാലത്താണ്, ഞാൻ പ്രസംഗിക്കുന്ന ഒരു കാലത്താണ്. സംഭവങ്ങളില്ലെങ്കിൽ കാലം എന്ന പദത്തിന് പ്രസക്തിയില്ല. സംഭവങ്ങളെ ഉൾക്കൊള്ളുന്നത് എന്തോ അതാണ് കാലം. സംഭവങ്ങളില്ലെന്ന് വെക്കുക, കാലം എന്നൊന്നില്ല. അങ്ങനെയെങ്കിൽ വചനം പറയുക, കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയാക്കി അയച്ചു. ഒടുവിൽ പറയുക, ഇനി കാലം ഉണ്ടാകില്ല. അതിൻ്റെ അർത്ഥം എന്താ? സംഭവങ്ങളൊന്നും ഇല്ലെന്നോ, കാലമില്ലെന്നോ? കാലം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും കാലം എന്താണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ കാലം നമ്മുടെ ശത്രുവാണ്. അവനാ നമുക്ക് പ്രായം തന്നത്. കാലം നമ്മുടെ ശത്രുവാ, അവനാ നമുക്ക് ക്ഷീണം തന്നത്. കാലം നമ്മുടെ ശത്രുവാ, അവനാ നമ്മുടെ തല നരപ്പിച്ച് കളഞ്ഞത്. ചില പുള്ളികൾ വീണ്ടും കറുത്ത പെയിൻ്റ് അടിച്ചത് ശരിയാക്കി വെക്കും. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ മുകളിലെ ഭാഗം ഇങ്ങനെ കറുത്തും താഴെ വെളുത്തും ഇരിക്കും. ഒരു കെട്ടിടം പാതി പണി കൊണ്ടുവച്ചിരിക്കുകയാണ്, ഫുള്ള് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റിയില്ല, കാശില്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കുമാറും ഇങ്ങനെ നിൽക്കും. അങ്ങനെയുണ്ട്. എന്നാൽ കാലം നമ്മെ നരപ്പിക്കും, കാലം നമുക്ക് പ്രായം തരും, കാലം നമുക്ക് ഓർമ്മശക്തി കുറയ്ക്കും, കാലം നമുക്ക് രോഗം തരും. ഒടുവിൽ കാലം നമ്മളെ അങ്ങ് വിളിച്ചുകൊണ്ട് പോകും. ഇപ്പം കാലം നമ്മുടെ ശത്രുവാണെങ്കിൽ ദൂതൻ പറയുക, ഇനി ഒന്നും പേടിക്കണ്ട, ഇനി കാലമുണ്ടാകയില്ല. എന്നും നിനക്കൊരൊറ്റ വയസ്സേ കാണൂ. സ്ത്രീയില്ല, പുരുഷനില്ല, പ്രായമുള്ളവനില്ല, ബാലനില്ല, വൃദ്ധനില്ല. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായിത്തീരുന്ന കാലസമ്പൂർണതയുടെ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ഇനി കാലമുണ്ടാകയില്ല. ഏഴാം ദൂതൻ കാഹളം ധ്വനിപ്പിക്കുന്നതോടുകൂടി ഇനി കാലം ഉണ്ടാകയില്ല. അതിനു മുമ്പ് കണ്ടത് കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു പിറവി കൊള്ളാൻ. എന്തിനാ യേശു ജനിച്ച സമയത്തെ കാലസമ്പൂർണത എന്ന് വിളിച്ചത്? അറിയുക, യേശുവിന്റെ ജനനം ആകസ്മികമായിരുന്നില്ല. യേശുവിന്റെ ജനനം സാന്ദർഭികമായിരുന്നില്ല. പ്രീ പ്ലാൻഡ് ആയിരുന്നു, മുൻകൂട്ടി നിജപ്പെടുത്തിയതായിരുന്നു. യേശു ജനിക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യം പറഞ്ഞാൽ ഏകദേശം 600 കൊല്ലങ്ങൾ കൊണ്ടെങ്കിലും യേശുവിൻ്റെ ജനനത്തിന് അനുഗുണമായ ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ലോകം അന്നത്തെ നിലയിൽ പരിഷ്കാരത്തിൻ്റെ ഉത്തുംഗങ്ങളിലേക്ക് വളർന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന രാജ്യത്തിൽ, ആ രാജ്യത്തെ കീഴടക്കിക്കൊണ്ടൊരു സാമ്രാജ്യം ക്രിസ്തുവിന് 606 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സ്ഥാനമുറപ്പിച്ചു. അത് യേശുവിൻ്റെ വരവിന് നന്ദിയായിരുന്നു. ആ സാമ്രാജ്യത്തിൻ്റെ പേര് ബാബിലോൺ എന്നായിരുന്നു. ബാബിലോണിയൻ ചക്രവർത്തി, ഇന്ന് ഇറാഖ് എന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ പഴയ പേരാണ് ബാബിലോൺ. ആ ബാബിലോൺ ഭരിച്ചിരുന്ന നെബൂഖദ്നേസർ എന്ന ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ഒരു സേന ജെറുസലേം ആക്രമിച്ചു കീഴടക്കി ഇസ്രയേലിലെ പൗരന്മാരെ മുഴുവൻ പിടിച്ചെടുത്ത് അടിമകളാക്കി മാറ്റി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ കൊണ്ട് വിന്യസിച്ചു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്കറിയാം. ഇത്തരം ആളുകളെയൊക്കെ കൊണ്ട് ഇറാഖ് എന്ന് വിളിക്കുന്ന ബാബിലോണിയയുടെ വിവിധ മണ്ഡലങ്ങളിൽ കൊണ്ട് വിന്യസിച്ചു. അവരെ കഠിനമായ ഊഴിയ ജോലിക്ക് വിചാരണക്കാരാക്കി മാറ്റി പണിയെടുപ്പിച്ചു. ഇസ്രായേൽ മക്കളെ എന്തുകൊണ്ട് ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ കൊണ്ടുവന്നു? യേശുവിന് 606 വർഷങ്ങൾക്ക് മുമ്പ്. പണ്ട് ഏകസത്യ ദൈവത്തെ കണ്ട് ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിന്റെ മണ്ണ് ഈ ബാബിലോണിലെ കൽദയ പട്ടണമായ ഊർ എന്ന ഗ്രാമമായിരുന്നു. ഊർ എന്ന ബാബിലോണിയ പട്ടണത്തിൽ നിന്ന് അബ്രഹാം അനവധി ആണ്ടുകൾക്കപ്പുറത്ത് യാത്ര തിരിച്ച് ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും പാട്ടും പ്രാർത്ഥനയും ഒക്കെയായി ചെന്നടിഞ്ഞ മണ്ണ് വാഗ്ദത്ത കനാൻ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇസ്രയേൽ എന്ന വിസ്തൃത ഭൂമിയായിരുന്നു. ആ സ്ഥലത്ത് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിപ്പിച്ചു. ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുത്തുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കി. ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള ഒരാലയം അവിടെ രൂപപ്പെട്ടു വന്നു, മഹത്തരമായ ജെറുസലേം ദേവാലയം. ഈ ജെറുസലേം ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ജനത പണ്ടിറങ്ങി പുറപ്പെട്ടത് ബഹുദൈവ ചിന്തകളുടെ ആധാര കേന്ദ്രമാകുന്ന ബാബിലോണിൽ നിന്നായിരുന്നെങ്കിൽ അതേ ബാബിലോണിലേക്ക് സത്യദൈവത്തെ തുതിക്കുന്നവന്റെ ആലയം തച്ചുടച്ച്
അത് നിർവീര്യമാക്കി ആലയത്തിലെ വസ്തുക്കളെ കൊള്ളയടിച്ച് നെബൂഖദ്നേസർ തന്റെ സാമ്രാജ്യത്തിൽ കൊണ്ടു പാർപ്പിച്ചു. പക്ഷെ അദ്ദേഹം എന്തിനാ ഇത് ചെയ്തത്? ഏകദൈവത്തെ വിളിക്കുന്നവന്റെ വിശ്വാസ പ്രമാണം ചുട്ടുകളയുക. അദ്ദേഹം ചെയ്ത അടുത്ത നടപടിക്രമം അവരെ ആലയം തീ വെച്ച് നശിപ്പിക്കുക. അദ്ദേഹം ചെയ്തത് അവരുടെ വഴിപാട് സാമഗ്രികൾ കൊള്ളയടിക്കുക. അദ്ദേഹം ചെയ്തത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാരെ ജയിലറയിൽ അടയ്ക്കുക. അദ്ദേഹം ചെയ്തത് അങ്ങനെ ആരാധിച്ചു പോരുന്ന ജനത്തെ കൊണ്ട് കഠിന ജോലി ചെയ്യിക്കുക. അവരുടെ ശ്രേഷ്ഠന്മാരെ കൊണ്ട് രാജാവിന്റെ ചൊൽപ്പടിക്ക് നിർത്തി കൊട്ടാരത്തിലെ സേവകൾ ചെയ്യിക്കുക. ഇതിന് കൊണ്ടുപോയി. ലക്ഷ്യം ഏകസത്യ ദൈവത്തിന്റെ വിശ്വാസം തകർക്കുക. പക്ഷെ നെബൂഖദ്നേസറേ, നിങ്ങൾ അറിയാത്ത ഒന്നാണ് സംഭവിച്ചത്. ഏകസത്യ ദൈവ വിശ്വാസിക്ക് ആലയം വേണമെന്നില്ല. അവരിൽ അപ്പോൾ ഒരു പ്രമാണം രേഖപ്പെടുത്തി കിട്ടണമെന്നില്ല. അവന് പുരോഹിതന്റെ ഇടനില ആവശ്യമില്ല. അവന് കൂടിയിരിക്കാൻ ഒരിടം വേണമെന്നില്ല. 2-3 പേർ തിരുനാമത്തിൽ എവിടെ കൂടുമോ അവിടെ ഇരുന്നും പ്രാർത്ഥിക്കുവാൻ അവന് കഴിയുമ്പോൾ ആ സ്ഥലം ജെറുസലേം ദേവാലയത്തെക്കാൾ വിലപിടിപ്പുള്ളതായി മാറും. ആ സ്ഥലത്ത് ദൈവസാന്നിധ്യം ഇറങ്ങും. ഇടനിലക്കാരൻ ആവശ്യമില്ലാതെ, പ്രാമാണിക ഗ്രന്ഥങ്ങളെ പൂജിക്കാതെ ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ പ്രാർത്ഥനയ്ക്ക് കളമൊരുക്കി ശക്തിയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വലിയ പ്രവൃത്തികൾ അവിടെ ചെയ്തു. എന്താണ് ചെയ്ത പ്രവൃത്തി? വിശുദ്ധ ബൈബിളിലെ ഏറ്റവും നല്ല കൃതികൾ രൂപപ്പെട്ടത് അവർ ബാബിലോണിൽ പ്രവാസത്തിൽ കിടക്കുമ്പോഴാണ്. ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. വേദനയുടെ ആധിക്യം സ്വപ്നങ്ങളെ കാണുവാൻ അവരെ പഠിപ്പിച്ചു. വേദനയുടെ ആധിക്യം ദർശനങ്ങൾ കാണുവാൻ അവർക്ക് പ്രേരണ നൽകി. കഷ്ടപ്പാടും പീഡയും ദൈവത്തോട് അടുക്കുവാൻ അവർക്ക് പ്രേരണ നൽകിയെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് ശദ്രക്ക് മേശക് അബേദ്നെഗോ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ ദൂരാ സമഭൂമിയിൽ സ്വർണ്ണബിംബത്തെ നാട്ടിവെച്ച് രാജാവ് പറയും, തമ്പുരിവും കിന്നരവും വേണവും കുഴലും ഒക്കെ കേൾക്കുമ്പോൾ വീണ് ഞാൻ നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിച്ചു കൊള്ളണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശകരീകരിക്കും, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ തലയെടുത്ത് മാറ്റും. പക്ഷേ സത്യദൈവത്തെ വിശ്വസിക്കുന്നവർ വിളിച്ചു പറഞ്ഞു, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ പ്രതിവാദം പറവാൻ ആവശ്യമില്ല. ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം, ഞങ്ങളെ നിയമിച്ച ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും നീ നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഹല്ലേലൂയ. ഈ പീഡയുടെ നടുവിൽ അവരാരാധിച്ചില്ല ഈ ബിംബത്തെ. പീഡയേറെ വന്നു. പീഡ കൊണ്ട് നേരിടാത്തത് സ്നേഹം കൊണ്ട് നേരിടാൻ ചക്രവർത്തി ഒരു തന്ത്രം ആദ്യം മെനഞ്ഞു നോക്കിയിരുന്നു. മര്യാദയ്ക്ക് നോക്കിയിട്ടാ ശിക്ഷണ നടപടി കഠിനമാക്കിയത്. അതെന്താ? ഇസ്രായേൽ മക്കൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭക്ഷണമൊന്നും വേണ്ട. ആ ഭക്ഷണത്തിൻ്റെ കാര്യം കേൾക്കുമ്പോഴേ അവർ പറയും, ഇത് വേണ്ട, ഞങ്ങൾ പരിപ്പ് ചാറുമൊക്കെ കഴിച്ച്, വേവിച്ച മുതിരയും ഗോതമ്പും ഒക്കെ കഴിച്ച്, ധാന്യമണിയും പച്ചക്കറിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ ജീവിച്ചു കൊള്ളാം, ഇത് വേണ്ട. എന്താ ഇവര് വേണ്ടെന്ന് വെച്ചത്? ഇസ്രായേൽ മക്കൾ ഇങ്ങോട്ട് വരും മുമ്പ്, ബാബിലോണിലേക്ക് വരും മുമ്പ് അവരെ അകത്ത് തളച്ചിടാൻ പാകത്തിനുള്ള സൗകര്യങ്ങൾ രാജാവ് ക്രമപ്പെടുത്തിയ ശേഷമാണ് അവരെ ഇവിടേക്ക് ക്ഷണിക്കുന്നത്. ശ്രദ്ധിക്കണം, രാജാവ് ബാബിലോണിൽ തനിക്കൊരു തലസ്ഥാന നഗരി പണിതു. തലസ്ഥാന നഗരിയുടെ വിസ്തൃതി 14.5 മൈൽ നീളവും 14.5 മൈൽ വീതിയുമായിരുന്നു. 260 മൈൽ ചുറ്റളവുള്ള ഒരു തലസ്ഥാന നഗരി ഒത്ത നടുവിലൂടെ യൂഫ്രട്ടീസ് നദി ഒഴുകുന്നു. നദിക്കക്കരയും ഇക്കരയും ഒരുപോലെ കിടക്കുന്ന മനോഹര നഗരം. ഈ നഗരത്തെ 87 അടി കനത്തിൽ 100 അടി ഉയരത്തിൽ പടുകുറ്റൻ കോട്ടകത്തി രാജാവ് ബന്ദവസാക്കി ബലപ്പെടുത്തി. ഇതിനുള്ളിലേക്ക് കടക്കാൻ 100 വാതിലുകൾ. 101-ാമതായി ഒരു പ്രധാന പ്രവേശന കവാടം. ഈ പടുകുറ്റൻ കോട്ടയുടെ മുകളിൽ കൂടി 2 വീതം കുതിരകളെ ബന്ധിച്ച് 6 രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഹൈവേ പോലുള്ള വിസ്തൃതി. അതിന്റെ നിശ്ചിത ഉയരങ്ങളിൽ കാവൽ ഗോപുരങ്ങൾ, ലെൻസ് പതിപ്പിച്ച ഇരുണ്ട റൂമുകളിലൂടെ ഇരുന്നു കൊണ്ട് ദൂരത്തു നിന്ന് വരുന്ന ആളുകളുടെ സാന്നിധ്യം വ്യക്തതയോടെ കാണുവാൻ കഴിയുന്ന കണ്ണാടി സംവിധാനങ്ങൾ. എപ്പോഴും ജാഗരൂകരായി നടക്കുന്ന ബാബിലോന്യ പട്ടാളം ഈ കോട്ടയുടെ മുകളിൽ. മഹത്തരമായ ഈ കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ ഒരു പ്രധാന വാതിൽ. ആ പ്രധാന വാതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് താമ്ര നിർമ്മിതമായ അനവധി കട്ടിയുള്ള താമ്ര വസ്തുക്കൾ ഒരുമിച്ച് ചേർത്ത് വെച്ച തകിടുകൾ
ലയിപ്പിച്ചുകൊണ്ടാണ്. അത് ഇരുമ്പോടാമ്പൽ ചെലുത്തിയിരിക്കുകയാണ്. മനുഷ്യൻ തള്ളിയാൽ തുറക്കാത്ത, വലിച്ചാൽ തുറക്കാത്ത ഈ വാതിൽ തുറക്കാൻ പരിശീലനം സിദ്ധിച്ച ആനകൾ കെട്ടിവലിക്കണം സ്പ്രിങ് ആക്ഷനുള്ള കഥകൾ ഇതിനകത്താണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോമാരും ദാനിയേലും ഒക്കെ ജീവിക്കുന്നത് ക്രിസ്തുവിന് 606 വർഷങ്ങൾക്ക് മുമ്പ്. മനസ്സിലാകുന്നോ? ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇതിനകം ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. നമുക്കിതിനകത്തൊന്ന് കയറണം. നിർവാഹമില്ല. കാരണം പ്രധാന പ്രവേശന കവാടം അടഞ്ഞു കിടക്കും. 100 വാതിലിൽ ഒരെണ്ണമേ ഒരു ദിവസം തുറക്കൂ. ഇന്ന് തുറക്കുന്നത് നാളെ തുറക്കില്ല, സുരക്ഷ പരിഗണിച്ച്. അത്ര സുരക്ഷയാണ്. ഇന്റലിജൻസ് ഇങ്ങനെ ജാഗ്രതയോടെ നടക്കുക. ആരും പുറത്ത് കിടക്കാനോ അകത്ത് കിടക്കാനോ കഴിയണമെങ്കിൽ ഇന്റലിജൻസ് വിവരം അറിയണം. ഞാൻ ഇന്റലിജൻസ് വിവരം അറിയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങ് ആകെ വല്ലാതിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ നമ്മുടെ ഇന്റലിജൻസിൻ്റെ കാര്യം ഓർക്കുന്നത്. മൻമോഹൻ സിംഗിനെ 2 തവണ വഴിതിരിച്ചു വിട്ട ഇന്റലിജൻസാണ് നമ്മുടെ ഇന്റലിജൻസ്. 2 തവണ പുള്ളി തമ്പാനൽ വഴി കറങ്ങി കമ്പ്യൂട്ടർ സ്റ്റേഷൻ്റെ പുറകെ കൂടെ നടന്ന് ഓട്ടോറിക്ഷ പിടിച്ച് തിരിച്ചെത്തി. അതോടെ പുള്ളി തോറ്റും പോയി. നമ്മളാ പുള്ളിയെ തോപ്പിച്ച് പുള്ളി മാനസികമായിട്ട് തകർന്നു പോയി. അതിനുശേഷമുള്ള ഈ മൻമോഹൻജിയുടെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കരയുന്ന പോലൊരു ഷേപ്പ്. ചിരിക്കുക, ആള് ചിരിക്കുക, പക്ഷെ കണ്ട കരയാൻ തോന്നും. അതുപോലെ അപ്പം അവരുടെ ഇൻ്റലിജൻസിലേക്ക് വരാം. ഇറാഖിലെ പഴയ ഇൻ്റലിജൻസ്, ബാബിലോണിലെ. ഇത് തുറക്കൂല, എന്ത് ചെയ്താ? പക്ഷെ നമുക്കകത്ത് കയറണം. എനിക്കറിയാം നമ്മൾ കയറും. കാരണം നമ്മൾ മലയാളികളായി. പഞ്ചാബി സൗകര്യങ്ങൾ അത് അറിയണ്ട. നമ്മുടെ വലിയ വേലത്തിലിരിക്കുന്നേ നമ്മളിവിടെങ്കിലും നിന്ന് അതിനകത്ത് കയറും. വാതിൽ വഴിയല്ല, മുകളിൽ കൂടി ഇങ്ങനെ കയറും. അങ്ങനെയാണ്. പക്ഷെ മുകളിൽ കയറുമ്പോഴാണ് നമ്മളെ ചുറ്റിക്കുന്നൊരു പണി. ഈ മതിലിനകത്ത് ഒരു ചെറിയ മതിൽ അല്പം ഉള്ളിലേക്ക് മാറി. വലിയ മതിലിൽ നിന്ന് അങ്ങോട്ട് വീണ്ടും ഭിത്തി കല്ലുകളാക്കി കെട്ടി, കളങ്ങളാക്കി കെട്ടി. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം അടിമകളെ കൊണ്ട് ചക്രം ചവിട്ടി കറക്കി പമ്പ് ചെയ്ത് നിറച്ചിരിക്കുന്ന കിടങ്ങ്. അതിൽ മുതലകളെ പാർപ്പിച്ചിരിക്കുക. ഞാനിതോടത്ത് ക്ലാസ് എടുത്തപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, നമ്മളെങ്ങാണോ അതിൽ വീണ എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ടി വരികയില്ല, മുതല ചെയ്തോളൂ ഭംഗിയായിട്ട്. ഇതാണ് അതിലെ സംവിധാനം. അപ്പൊ എന്ത് ചെയ്യണം? അടഞ്ഞു കിടക്കുന്ന കഥക് എങ്ങനെയും തുറന്ന് നേരെ പോകേ വഴിയുള്ളൂ. നേരെ പണി കഴിപ്പിച്ച പാതയുടെ ഇരുവശത്തും ഫലമരങ്ങൾ നിൽക്കുന്നു, തണൽ മരങ്ങൾ നിൽക്കുന്നു. വ്യത്യസ്ത തരം പഴം പൊഴിക്കുന്ന മനോഹര മരങ്ങൾ ഇങ്ങനെ തണൽ വിരിച്ചു നിൽക്കുന്നു. ആ ശീതളിമയിൽ, ആ കുളിർമയിൽ നമ്മളിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ അക്കരെ ഇക്കരെ കടക്കാൻ ഒരു പാലം യൂഫ്രട്ടീസ് നദിക്ക് കുറുകെ. ഈ പാലത്തിന്റെ കൈവരികൾ താമ്രം പതിപ്പിച്ച് മിനുക്കി മനോഹരമാക്കിയിരിക്കുന്നു. പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ അടിക്കുമ്പോൾ അതിലേക്ക് വന്നടിക്കുന്ന ഈ ചെങ്കതിരികളുടെ വിളക്കം, അതിന്റെ തെളിച്ചം വെള്ളത്തിൽ പ്രതിഫലിച്ചിട്ട് ഒരു വല്ലാത്ത തരംഗം. അവിടെ കാണാൻ നല്ല ഭംഗിയാ. സന്ധ്യയ്ക്കും ഇത് ഈ കാഴ്ച കാണാൻ ആളുകൾ ഒത്തുകൂടും. അവർ പറയും, ബാൽദേവന്റെ എഴുന്നള്ളത്ത്, സൂര്യന്റെ എഴുന്നള്ളത്ത്. ഇങ്ങനെ വിളിക്കുന്ന ബഹുദേവതകളുടെ നാട്ടിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഒന്നും ഈ കളി കാണാൻ വരികയില്ല. അവരവിടുന്ന് പ്രാർത്ഥിക്കും. ദാനിയേൽ പറയാം, യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടിട്ട് പ്രാർത്ഥിക്കും. കളി കാണാനൊന്നും അവർ പോകില്ല. നമ്മളും പണ്ട് പോകലായിരുന്നു. ഇപ്പം ചെല്ലുമ്പോൾ കളി കണ്ടുപോകും. ചിലപ്പോൾ പരിപാടി യോഗത്തിന് എന്നാണ്. ചില ആളുകൾ കണ്ടില്ല, അവരാരാധിക്കുന്നില്ല, അവരെ സന്തോഷം. ആരാധീരെന്നും പറഞ്ഞ് നമ്മളെങ്ങനെ ആരാധിപ്പിക്കുക. കണ്ടിട്ടില്ല ഞങ്ങളുടെ പരിപാടി. എന്നിട്ട് നമ്മൾ പറയും, നമുക്കൊരു സ്തോത്രം പറയാം. മര്യാദയുടെ പേരിൽ ഒരു സ്തോത്രം പറഞ്ഞപ്പോൾ ഇയാൾ പറയാ, പോരാ. ഇയാളാണോ തീരുമാനിക്കുന്നത് പോരെന്ന്? ഒന്നുകൂടെ ലേലം വിളിക്കുകയാണോ? ഉച്ചത്തിൽ പെരുവെള്ളത്തിന്റെ. ഇങ്ങനൊന്നും ദൈവത്തെ സ്തുതിച്ചിട്ട് കേട്ട കാര്യമില്ല. പിന്നെ എങ്ങനെ സ്തുതിക്കണം? പ്രേരണ പോലെ ദൈവത്തെ സ്തുതിക്കണം. ആത്മപ്രേരണ പോലെ ഞാൻ സ്തുതിക്കുള്ളൂ. പിന്നെ ഒരാൾ പറഞ്ഞാൽ ഒരു എത്തിക്സിന്റെ ഭാഗം, ഒരു പുൽപ്പിറ്റ് എത്തിക്സിന്റെ ഭാഗമായി ഒരു തവണയൊക്കെ ഇങ്ങനെ കയ്യിന്ന് വെക്കും. എന്നെ വീണ്ടെടുപ്പുകാരനെ എങ്ങനെ സ്തുതിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? വർഷിപ്പിൽ ഇരുന്ന് തീരുമാനിക്കുന്ന പോലെ ഇങ്ങനെ കൈവെക്കാൻ എനിക്ക് നേരമില്ലെന്ന് ചവനപ്രാസിന്റെ ആരോഗ്യമുണ്ട് നമുക്ക്. എന്നാൽ ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ആരാധീരെന്ന് പറയുന്നവൻ ആയുസിൽ ആരാധിക്കുകയില്ല. അവൻ ഈ കൈ വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വെക്കുക, വണ്ടിയുടെ വൈപ്പറാടുന്ന പോലെ ഇങ്ങനെ കുറച്ച് നേരം ആട്ടുക, അങ്ങോട്ട് തുള്ളുക, ഇങ്ങോട്ട് തുള്ളുക. അതാ പരിപാടി.
യെശയ്യാ പ്രവാചകന്റെ ഭാഷ, ഇതിനോ നീ ആരാധനയെന്നും ഉപവാസമെന്നും ഒക്കെ പേരിടുന്നു. അങ്ങനെ കളിക്കുന്ന സ്ഥലമല്ല ഇത്. പിന്നെ ഹല്ലേലൂയ പറയുകയാണ് പോരെന്ന്. അതൊരു വസ്തുത അറിയാത്തതുകൊണ്ടാ. എന്താണ് ഈ ആരാധന? അതൊന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരണം. ആരാധനയ്ക്ക് ചില ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് ആരാധിക്കുന്നത്. നമ്മുടെ കർത്താവ് സ്വർഗം സൃഷ്ടിച്ചുകൊണ്ടോ ഭൂമി സൃഷ്ടിച്ചുകൊണ്ടോ തങ്കത്തെരുവീതികൾ ഉണ്ടാക്കിയിട്ടത് കൊണ്ടോ പുതിയ യെരൂശലേം പണിതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ ആരാധിക്കുന്നത്. ഇതൊന്നും ഒരു കാരണമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ കാരണം, ഇതൊക്കെ സൃഷ്ടിച്ചവൻ എൻ്റെ ഈ ചെറിയ ഹൃദയത്തിൽ ഇറങ്ങി വരാനൊരു താല്പര്യം കാട്ടി. ആ മഹത്വത്തെ എനിക്ക് വിലമതിച്ചുകൂടാ, അതിനെ എനിക്ക് മറന്നുകൂടാ. ആ മഹത്വം വേണ്ടെന്ന് വെച്ച് ഈ ചെറിയ ഹൃദയത്തിൽ വന്നിരിക്കുന്നവൻ അകത്ത് വന്ന നാൾ മുതൽ പറഞ്ഞു, അങ്ങന്റെ കാന്തനാ, ഞാൻ അവരോട് പറഞ്ഞു, അങ്ങന്റെ സ്നേഹിതനാ, അങ്ങന്റെ ജ്യേഷ്ഠ സഹോദരനാ, അങ്ങന്റെ പിതാവാ, അങ്ങനെക്ക് മാതാവിന് തുല്യനാ. ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ സ്നേഹം അങ്ങയുടെ സ്നേഹമാണ്. അങ്ങനെയല്ലേ? പക്ഷെ അതിലെ ഏറ്റവും വലിയ ബന്ധം ഏതാ? അത് കാന്തനും കാന്തയും തമ്മിലുള്ള ബന്ധമാണ്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ബന്ധം കാന്തനും കാന്തയും തമ്മിലുള്ളതാണ്. അങ്ങനെയല്ലേ ഏറ്റവും വലിയ സ്നേഹം? ഇത് കേട്ടിട്ട് അമ്മയ്ക്ക് തോന്നുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ളതാണെന്ന് സമ്മതിച്ചു. അപ്പനും മകളും തമ്മിലുള്ളതാണോ ഏറ്റവും വലിയ ബന്ധം? അല്ലല്ലല്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണ് ലോകത്തിലെ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ബന്ധം. എനിക്ക് വിശ്വാസമില്ലെന്ന് പറയാം. എനിക്ക് 3 മക്കളുണ്ട്. മൂത്തവൾ 8ൽ പഠിക്കുന്നു, 13 വയസ്സ് കഴിയുന്നു. 7-8 വർഷത്തിനുള്ളിൽ ഞാൻ അവളെ അങ്ങ് പിരിയും. പിന്നെ അവളായി, അവളുടെ പാടായി. പിന്നെ അവൾ വരുന്ന എങ്ങനെ? ഒരു കേക്ക് മേടിച്ച് എന്നെ കാണാൻ വരും. അവൾ കേക്ക് മേടിക്കുന്നതന്നെ അവൾക്ക് ഞാൻ ഫ്രിഡ്ജ് മേടിച്ചു കൊടുക്കണം. അതിനായി വിളി കേക്കുമായിട്ട് വരുന്നത്. അവളുടെ വിചാരം പപ്പ ഒരു കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യാനിരിക്കുക. അവൾ വന്ന് അസഖ്യപ്പെടുത്തുന്നുണ്ട്. പറയുക, അച്ഛന് കുറച്ച് നാട്ടിൽ ജോലിയൊന്നും ഇല്ലായിരുന്നു, കമ്പനി സ്ട്രൈക്കാ. അങ്ങനെ അവൾ ഇങ്ങോട്ട് വരിക, നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട് പോകാൻ. കുഞ്ഞ് ഇപ്പം ഇല്ല, പപ്പ ഉണ്ടാക്കി തരാൻ പൊക്കട്ടെ. പക്ഷെ എൻ്റെ അരിയിലൊരാൾ നിൽപ്പുണ്ട്, അവൾക്കറിയാം എൻ്റെ ദുഃഖം, എൻ്റെ ഇല്ലായ്മ. പപ്പ ഇല്ലാത്തതുകൊണ്ടല്ലേ പറഞ്ഞേ, നീ പൊക്കാട്ടോ, കൊണ്ടുതരും. ഇളയ മകളെ ഒരു 15 കൊല്ലത്തിനുള്ളിൽ പിരിയും. ഏറ്റവും ഇളയത് മോനാണ്, അവനെ ഒരു 10-20 കൊല്ലത്തിനുള്ളിൽ പിരിയും കൂടിയ. പക്ഷെ എനിക്ക് ആജീവനാന്തം മരണം വരെ പിരിയാനാവാത്ത ഒരു ബന്ധമുണ്ട്, മരണം വരെ ഉള്ളതും. അതെൻ്റെ കാന്തയാണ്, എൻ്റെ ഭാര്യ. അവൾക്ക് എന്നെയും പിരിഞ്ഞുകൂടാ. അതുകൊണ്ട് പണ്ട് നമ്മൾ ഈ കുടിയന്മാരായ അപ്പന്മാരുള്ള വീട്ടിലും നമ്മൾ അമ്മയോട് പറയല്ലേ, അമ്മ ഇനി പോലെ എൻ്റെ കൂടെ വന്നിരിക്കുക. അമ്മ പറയും, എങ്കിൽ ആ മനുഷ്യൻ എന്നെ താലി കെട്ടിയതല്ലേ മോനെ, അയാൾ കൊള്ളരുതാത്തവനാ, കുടിയനാ, പക്ഷേ എനിക്ക് ഉപേക്ഷിച്ചു പോരാളും കൂടാ. ദൂരത്തിരിക്കുമ്പോൾ ഈ അമ്മ പറയും, അദ്ദേഹം ഇന്നൊന്നും കഴിച്ചില്ല, എനിക്ക് തിരിച്ചു പോകണം, ഞാൻ ചെല്ലാതെ കഴിക്കില്ല. ഇതാ ഏറ്റവും വലിയ ബന്ധം. ശരിയാണോ? കല്യാണം കഴിച്ചവർക്കേ മനസ്സിലാവൂ. കല്യാണം കഴിച്ചവരിൽ തന്നെ ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നവനെ അത് മനസ്സിലാവൂ. അല്ല, പെണ്ണും കെട്ടിയിട്ടിട്ട് അവനവൻ്റെ വഴിക്ക് പോയി അവനൊന്നും മനസ്സിലാകില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ക്ഷമിക്കണം. ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിലാണ് പറഞ്ഞത്. ഏറ്റവും വലിയ ബന്ധം കാന്തനും കാന്തയും തമ്മിലുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തു നമുക്കൊരു ബന്ധം തന്നു, കാന്തനും കാന്തയും. കാന്തയും കാന്തനും തമ്മിലുള്ള ബന്ധത്തിൽ അവർ തമ്മിൽ സ്നേഹപ്രകടനം നടത്തുന്നത് എന്തോ അതാണ് ആരാധന. അവരുടെ ഹൃദയത്തിന്റെ പങ്കിടൽ എന്തോ അതാണ് ആരാധന. അത് പരിഭവം വരും, അതിൽ സൗന്ദര്യപ്പിണക്കം വരും, അതിൽ നേരിയ ശിക്ഷ വരും. അതെല്ലാം അനുഭവിക്കുന്ന കാന്തയ്ക്കൊരു സുഖമുണ്ട്. ഈ കാന്തൻ തല്ലിയാലും അവൾക്കതൊരു സുഖമാണ്. ഈ കാന്തൻ വഴക്ക് പറഞ്ഞാലും തിരിച്ചവളെ കാത്തിരിക്കുകയാണ് കാന്തൻ. അങ്ങനെയാ അവൻ നമ്മെ ബാലചിറ്റ തന്ന് സ്നേഹിക്കുന്ന കർത്താവ്, അവിടുന്ന് നമ്മളെ കരുതുന്ന യേശു. ഈ കാന്തൻ കാന്തയും തമ്മിലുള്ള സംഭാഷണം ഒന്ന് വ്യക്തമാക്കണം. അത് ഞാൻ ഈ പാസ്റ്റർ ഷർജൻ പാസ്റ്റർ വീട്ടിൽ അദ്ദേഹത്തോട് ആ പരിചയം കൂടുതൽ, അതുകൊണ്ട് ആ പദം ഉപയോഗിക്കുന്നത്. മറ്റു ദേഹാസന്മാരെ ക്ഷമിക്കണം. ഇതുവഴി പോയപ്പോഴൊന്ന് കയറി നോക്കുക. എനിക്കങ്ങനെയുള്ള ദുശീലമൊന്നുമില്ല. പിന്നെ ഒന്ന് കയറി ഈ പാസ്റ്റർ വിഷമിക്കുക വേണ്ട. ഞങ്ങൾ ഈ ഹൈ റേഞ്ചുകാർ നല്ല കടുപ്പത്തിൽ ചായ കുടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ്
പാസ്റ്റർ എന്താ? ഞാൻ പറഞ്ഞൊരു ചായ പോരട്ടെ. ഈ ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, അവരകത്തേക്ക് നിന്നിട്ട് പറയും ചായ പോരട്ടെ, വല്ല മേടിച്ചു കൊടുക്കും. അതുമില്ല. സഹോദരിമാര് കഷ്ടപ്പെട്ട ഈ കുടുംബം ഒരു വിധത്തിൽ കൊണ്ടുപോകുന്നു. ഇനി പോരട്ടെന്ന് കഴിക്കാനോട് എന്തെങ്കിലും എടുത്തോളാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫ് ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ട്. സംഗതി പരിങ്ങല്ല. കാരണം കാശില്ലാഞ്ഞിട്ടല്ല, ഈ പുള്ളിയുടെ ഉത്തരവാദിത്വം. അപ്പം അവരിതൊന്ന് പറയണം. അവരിങ്ങോട്ട് വന്നാൽ കഥകിൻ്റെ സൈഡിൽ മാറി നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ എടുക്കുന്നു. പഞ്ചസാര ഇല്ലെന്ന് ഈ കാണിക്കുന്നത്, ചായപ്പൊടി ഇല്ലെന്ന് ഈ കാണിക്കുന്നത്, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. നമ്മൾ കണ്ട ഓർക്കും ഇവരെ കണ്ട് പണ്ട് ട്രാഫിക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഒരു പോലീസുകാരില്ല. ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. ഞാനങ്ങനെ ഓർക്കുള്ളൂ. ഇനി കൃപാവരെ ഉള്ളത് ഓർക്കും, ഇളകിയതാന്ന് ഓർക്കും. ഓർക്കും പ്രയാസം വന്നിരുന്നപ്പോഴേ ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇളകിയതാ. പക്ഷേ ഇവർക്ക് നിങ്ങളത് എന്തായി പറഞ്ഞെന്ന് അല്പം കഴിഞ്ഞപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞു, ഇതാ ഈ പത്രം വായിക്കും, ഞാനിപ്പോൾ വരുന്നു. പാസ്റ്റർ പുറത്തോട്ട് പോയി തിരിച്ചു വന്നു. സാധനങ്ങളെല്ലാം ഉണ്ട്. ഒരു സൂപ്പർ ചായ. കാന്തനും കാന്തയും തമ്മിൽ സംസാരിച്ചത് ഇതെല്ലാം ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കണ്ണാടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനിവിടുന്ന് പറയുക, ഈ കാന്ത ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ പറയുക, പോരാ, ഒന്നുകൂടെ ഉച്ചത്തിൽ പെരുവെള്ളത്തിൻ്റെ ഇവിടെ ചായ കുടിച്ചിട്ട് വീട്ടിൽ പോകണം. ഇങ്ങനോട് ആര് പറഞ്ഞ ആവശ്യമില്ലാത്ത പണി കയറി ചെയ്യാൻ ചായ കുടിച്ചോണം. സ്ട്രോങ് ആണോ ലൈറ്റ് ആണോ കിട്ടി കൂടി ഒരു നന്ദിയും പറഞ്ഞിട്ട് പോക്കോണം. അതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മകൻ ചെയ്യേണ്ടത്. സന്തോഷമുണ്ടോ ദൈവമക്കൾക്ക്? പിന്നെ എന്നോട് ഈ വർഷിപ്പ് ലീഡർ, ഞാൻ പറഞ്ഞ ഒരുത്തനേ ഉള്ളൂ ബൈബിളിൽ വർഷിപ്പ് ലീഡർ. അത് പഴയ നിയമത്തിലായിരുന്നു. പേര് ലൂസിഫർ എന്നായിരുന്നു അവൻ്റെ. അവനിങ്ങനെ ലീഡ് ചെയ്ത് ലാസ്റ്റ് പറയുക, ഞാനിനി ഇവിടെ നിൽക്കുകയില്ല, കണ്ടല കൊണ്ടൊന്നും ഒതുങ്ങുകയില്ല, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം എടുത്ത് അത്യുന്നതിൻ്റെ സിംഹാസനത്തിൻ്റെ സൈഡിൽ വെക്കും, പിന്നെ അത് തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളയും. ഹൃദയത്തിൽ പറഞ്ഞപ്പോൾ അടിച്ചവനെ താഴെ കളഞ്ഞു. നമ്മൾ ചില അടിച്ച് കളഞ്ഞവനെ പിന്നെയും വിളിച്ചുകൊണ്ട് പറയും ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. ഈ വീണവൻ്റെ പാട്ട് കേട്ടാൽ ആസ്വദിക്കാൻ മനസ്സുള്ള ആളുകളാണ് ഇന്ന് കൂടുതലിരിക്കുന്നത്. വീണവൻ്റെ പാട്ടിൽ ആത്മാർത്ഥത കാണത്തില്ല, ഈ താളവും ഭാവവും രൂപയെ കാണത്തുള്ളൂ. അവനെ പറഞ്ഞ പോരാ പോരാ പോരാ. നമ്മുടെ അപ്പച്ചനൊരു പാട്ട് പാടിയപ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞു. പേഴ്സലോ എന്തൊരഴകാണ് ആ പാട്ട്. ആ പാട്ടിൻ്റെ താളവും ചിട്ടയും സന്തോഷമൊക്കെ പഴയ കാലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചെടുത്തുകൊണ്ട് പോയി ഇല്ലേ? ബോധമുള്ള തലമുറയ്ക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ. ഇത്തരം പിതാക്കന്മാർ നമ്മുടെ അഭിമാനമാണെന്ന് പറഞ്ഞാട്ടെ. യുദ്ധമറിയുന്ന അത്തരം തലമുറ നമ്മുടെ ജയമാണെന്ന് പറഞ്ഞാട്ടെ. ഈ തലമുറയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെയും ഒന്ന് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞാട്ടെ. സഭയ്ക്ക് വേണ്ടത് നവീകരണമല്ല, പൂർവീകരണമാണ്. പഴയതിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രവാചക ശബ്ദങ്ങൾ ഉയർന്നാട്ടെ. ആ നിലയിൽ വേണം നമുക്ക് കാലത്തെ മാറ്റിയെടുക്കാൻ. സ്തോത്രം. അപ്പൊ ബാബിലോൺ ശക്തിപ്പെട്ടു. ഈ ബാബിലോണിൽ ദൈവത്തിന്റെ മക്കൾ ജയിച്ചു. അവനുണ്ടാക്കിയതിനെ ആരാധിച്ചില്ല. ഞാൻ ഈ പാലത്തിൻ്റെ അവിടെ വരെ വന്നുള്ളൂ. ഈ പാലം അങ്ങോട്ട് കിടക്കുമ്പോൾ താഴേക്ക് ഇറങ്ങാൻ ഒരു പടിക്കെട്ടുണ്ട്. ഇതെൻ്റെ വേറൊരു വിഷയമാണ്, സാന്ദർഭികമായി ഇത് വന്നതാണ്. ഈ പടിക്കെട്ട് കയറി താഴെ ഇറങ്ങുമ്പോൾ ഭൂമിക്കടിയിലൂടെ ഒരു ടണൽ, ഒരു നിലവറ, അത് നദിക്ക് മടിയിൽ കൂടിയാ. ആ നിലവറയുടെ ഭിത്തി മാർബിളൊട്ടിച്ച് മനോഹരമാക്കി പോളിഷ് ചെയ്തെടുത്തിട്ട് ചുണ്ണാമ്പ് ചൂളകളിൽ നിന്നെടുക്കുന്ന ഒരുതരം വാതകത്തിൽ തീ പടർത്തി അതിൻ്റെ വെളിച്ചം അങ്ങോട്ട് പ്രതിഫലിപ്പിക്കുക. അതിൻ്റെ ചുറ്റും കുതിരയുടെ ലാടത്തിൻ്റെ ആകൃതിയുള്ള തീന്മേശകളിട്ട് ആളുകൾ ഭക്ഷണത്തിനിരിക്കുക. ഭൂമിക്കടിയിലാണ് സംഭവം. നെബൂഖദ്നേസറിന്റെ വിരുന്നുശാല. ഒത്ത നടുക്കായി അർത്ഥവൃത്താകൃതിയിലുള്ള ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ അർത്ഥനഗ്നരായ സ്ത്രീ പുരുഷന്മാർ പാട്ടുപാടി നൃത്തം ചെയ്യുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന നിറക്കൂട്ടുകളുടെ വർണ്ണപ്രപഞ്ചം, വ്യത്യസ്ത വെളിച്ചങ്ങൾ ഇങ്ങോട്ടടിക്കുന്നു. അവർ ബാൽദേവനെ പാടി സ്തുതിക്കുന്നു, ആടുന്നു, നൃത്തം ചെയ്യുന്നു. ജോബിയുടെ പാട്ട് പോലാണ് ഐഡിയ സ്റ്റാർ സിംഗർ. പരിപാടി ഇങ്ങനെ നടക്കുകയാണ്. എവിടെ ചെന്നാൽ അവിടെയും പാടും, വായി വരുന്നൊക്കെ പാടും. ഇതിങ്ങനെ നടക്കുക. നിങ്ങളുടെ സന്തോഷം പോകുന്നുണ്ടല്ലേ? നല്ല പാട്ടുകാരൊക്കെ പാടട്ടെ. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന യേശുദാസിൻ്റെ പാട്ടാണ്. എന്നോട് ചോദിക്കുക ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ഞാൻ പറയാം അതൊരു സിനിമ പാട്ടാണ്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുരുമാലൻ. എത്രയോ വൃത്തിയ പാട്ടിനേക്കാൾ നല്ല പാട്ടാണത്.
വേണേ ആ പാട്ട് പാടിയത്ര ബന്ധനം കഴിക്കാൻ കുറച്ചൊക്കെ നോക്കിയിട്ടില്ല. പിന്നെ പക്ഷേ യേശുദാസ് അങ്ങക്ക് ഇവിടെ നിന്ന് പാടുവാൻ ഞങ്ങൾ അനുമതി തരില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്കൊരു സന്തോഷമില്ല, നിങ്ങൾ ഇവിടെ വിളിക്കുന്ന തോന്നല്ലേ? പാടില്ല. അഭിഷിക്തന്റെ വേദിയിൽ അഭിഷിക്തനെ പാടാവൂ. അഭിഷിക്തന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഈ സ്ഥലം കണ്ണീരൊഴുക്കി പ്രാപിച്ച ഇടത്ത് അഭിഷിക്തനെ നിൽക്കാവൂ. അങ്ങ് വലിയ സംഗീതജ്ഞൻ, ആ സംഗീതം ഞങ്ങൾ ആസ്വദിക്കും. പക്ഷെ യേശുവിനെ പാടുവാൻ ആ യോഗ്യത പോരാ. യേശുവിനെ പാടുവാനുള്ള യോഗ്യത എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ, എന്റെ കൃതി രാജാവിന് വേണ്ടി മാത്രമുള്ളത്. ഇന്ന് രാത്രി വിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ നിനക്കൊരു താലന്തുണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി ആയിരിക്കണം. അതെന്റെ ദൈവത്തിന് വേണ്ടി മാത്രം എന്ന് നിശ്ചയിച്ചുറപ്പിക്കുന്ന ചിലർ വരട്ടെ, ഇവിടെ അവർ നിൽക്കട്ടെ. പാട്ടും നൃത്തവും ആരാധനയുമൊക്കെ ശക്തിപ്പെടുന്ന ഇടയ്ക്ക് വീഞ്ഞു നിറച്ചു വെച്ചിരിക്കുന്ന കുപ്പികൾ കയ്യിലെടുത്ത് സുന്ദരിമാരായ സ്ത്രീകൾ പാട്ടുപാടി ശദ്രക്ക് മേശക്ക് അഭേദനകവുമായിരിക്കുന്ന ഇടത്തേക്ക് വന്ന് കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കും. താണ്ട് ഇങ്ങനെ അവരെ കൊണ്ട് മാംസഭക്ഷണം, അവർക്ക് വേണ്ട വ്യത്യസ്തരം പലഹാരങ്ങൾ, ഇതൊക്കെ നിരത്തി ട്രേക്കെടുത്ത് കൊണ്ടു കൊടുക്കും. ഇത് കണ്ടിട്ട് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞെന്താ? ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞു പോട്ടെ, നമ്മുടെ പുതിയ തലമുറയാണ് ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞേനെ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദേഹം കുളിരു വരുന്നതെല്ലാം കണ്ടിട്ട്, ഒരു പകർച്ച എൻ്റെ മീതെ വന്നു, ഒരു ആത്മപ്പകർച്ച ഇത് കണ്ടിട്ട്, സഹിക്കാനാവാത്തൊരു ആത്മപ്പകർച്ച എനിക്ക് വന്നു. ഇതൊന്നും കണ്ട ഭക്തൻ ആത്മപ്പകർച്ച വരികയില്ല. കൃത്രിമം കണ്ടാൽ യഥാർത്ഥ യേശുവിനെ ഉൾക്കൊണ്ടവൻ ആ കൃത്രിമത്വത്തിന്റെ ടോൺ മനസ്സിലാകും. ശബ്ദം ഏശാവിൻ്റെയും ഉടുപ്പ്, ശബ്ദം യാക്കോവിൻ്റെ ഉടുപ്പ് ഏശാവിൻ്റെയാണ്. ഒടുവിലൊടുവിൽ അവൻ പറഞ്ഞു, രാജാവേ, ഈ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല, ഈ വീഞ്ഞു കുടിക്കുന്ന പ്രശ്നമില്ല, ഞങ്ങളെ അശുദ്ധരാക്കുന്ന പ്രശ്നമില്ല. സ്തോത്രം. അതെങ്ങനെ ഈ ഭക്ഷണം കഴിച്ച് അശുദ്ധരാകുമോ? ദൈവമക്കളെ, ലോകത്താര് ഭക്ഷണം തന്നാലും അത് വാങ്ങിക്കഴിക്കേണ്ടവനാ ക്രിസ്ത്യാനി. ഒരു പ്രയാസം വേണ്ട, അവന് രുചിയെന്ന് തോന്നുന്ന ഭക്ഷണം വാങ്ങിക്കഴിക്കാം, മദ്യമാകരുതേ ഉള്ളൂ. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ എന്താ ഇത് വേണ്ടെന്ന് പറഞ്ഞേ? ഈ ഭക്ഷണം ഇവിടെ വന്നത് മറ്റൊരു സ്ഥലത്തുനിന്നാണ്. ദൂരങ്ങളിലുള്ള ബാൽദേവന്റെ ക്ഷേത്രത്തിനുള്ളിലെ വെണ്ണക്കൽ ശില്പത്തിനു മുമ്പിൽ തോലുവെച്ചു മാറ്റി കണ്ടം കണ്ടമായി നുറുക്കിയ കാളക്കുറ്റന്റെ മാംസം പാകപ്പെടുത്തിയ ഈ കൊടുത്തുവിട്ടിരിക്കുന്ന ഇങ്ങോട്ട് ആ വിഗ്രഹാർപ്പിതം ഒരു യഹൂദനെ കൊണ്ട് ഭക്ഷിപ്പിച്ച് പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തുവാനുള്ള സാത്താന്യ തന്ത്രം ആത്മനിറവുള്ള കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതിന്റെ പേരാണ് വിവേചനവരം. ഇന്ന് രാത്രി ബൈബിൾ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം എന്ന വ്യാജേന നിന്റെ മുമ്പിൽ പിശാചി കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ കണ്ടിട്ട് പറയണം, നാഥ, നിന്റെ ഹിതത്തിലില്ലാത്തത്, നിന്റെ പദ്ധതിയിലില്ലാത്തത്, എന്റെ നിത്യത നഷ്ടപ്പെടുന്നത് ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇതൊന്നും എനിക്ക് വേണ്ട. ഇത്രയും പറഞ്ഞോണ്ട് കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു. അവരെ ഒന്നും ചെയ്യാൻ നെബൂഖദ്നേസറിന് സാധിച്ചില്ല. നെബൂഖദ്നേസർ പട്ടുപോയി. അവൻ കാളയെ പോലെ പുല്ലു തിന്നു. അവന്റെ ചെറുമകന്റെ കാലത്ത് രാജ്യം നാമാവശേഷമായി പേർഷ്യക്കാർ തച്ചുടച്ചു. വലിയ ബിംബങ്ങൾ, ഗോപുരങ്ങളെല്ലാം തച്ചുടച്ചു. ഇന്നും ഇറാഖ് സന്ദർശിക്കുന്നവർക്ക് ആ പുരാതന നഗരത്തിന്റെ ശൂന്യാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നത് കാണാം. അവിടെ ചിതറിക്കിടക്കുന്ന കല്ലുകൾ, പടുകുറ്റൻ കോട്ടയുടെ അവശിഷ്ടങ്ങൾ, കുറ്റിക്കാട് പിടിച്ചിരിക്കുന്ന ഇടങ്ങൾ കാണുമ്പോൾ ഭക്തൻ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കൽ ഞങ്ങളുടെ ബൈബിൾ കത്തിച്ചു കളഞ്ഞ ന്യായപ്രമാണത്തെ ഉന്മൂലനം ചെയ്ത് ആലയം കൊള്ളയടിച്ച് ആലയത്തിന്റെ അടിത്തറ കുളം തോണ്ടിയവന്റെ അടിത്തറ കുളം തോണ്ടിയ ഒരു ദൈവമാണ് ഉയരത്തിൽ വഹിച്ചിരിക്കുന്നത്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം, ഉന്നതന് മീതെ ഉന്നതനും അതിന് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. ആ മഹാദൈവത്തോട് ഇടപെട്ട ഉഗ്രപ്രതാപങ്ങളുടെ മുട്ടുകുത്തിച്ചവൻ ഇന്ന് രാത്രി ജയമെടുത്തവനായി നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടെ ചെറുതിൽ കിടക്കുന്ന കല്ലുകൾ വിളിച്ചറിയിക്കുന്നു, അതിനുള്ളിലാ ദാനിയേലിന് സിംഹക്കുഴി ഒരുക്കിയത്. അതിനപ്പുറത്ത് മാറിയ ദൈവത്തിന്റെ മക്കൾക്ക് തീച്ചൂളി ഒരുക്കിയത്. പക്ഷെ തീച്ചൂളയുടെ ജ്വാലകൾ അവരെ വിഴുങ്ങിയില്ല. സിന്റെ ദൈവം സിംഹത്തിന്റെ വായ അടപ്പിച്ചു കളഞ്ഞു. യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ അവൻ ഗർജിച്ചു തുടങ്ങിയാൽ ഉലകത്തിലെ സിംഹത്തിന്റെ നാമടപ്പിക്കുവാൻ അവന് മാത്രം കഴിയുന്ന ഒരു അധികാരമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ നമുക്ക് ഇറാഖിന്റെ മണ്ണിൽ ഇന്ന് ചിതറിക്കിടക്കുന്ന ആ സ്ഥലങ്ങളെ കണ്ടിട്ട് പറയണം, ബൈബിളിലെ ദൈവം ജീവിക്കുന്നു, അത്യുന്നതൻ ജീവിക്കുന്നു. ദൈവം, അവനിലൊരു ശാശ്വത നഗരമുണ്ട്, ഒരു സങ്കേത നഗരമുണ്ട്. ഇറാഖിന്റെ മനോഹാരിത വെല്ലുന്ന ആ സങ്കേത നഗരത്തിലെ ഹൃദയത്തിൽ കണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തെ കണ്ടിറങ്ങി
ഇറങ്ങിയ ഒരു പിതാവിന്റെ ചെറു തലമുറയാണ് ഞങ്ങൾ. ഇതാ ഞങ്ങളുടെ ജൈത്രയാത്ര. അന്ന് ആരംഭിച്ച ജൈത്രയാത്രയുടെ മുമ്പിൽ വടികളയുവാൻ ഉലകത്തിലൊരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. പ്രപഞ്ചത്തിന്റെ 5 വൻകരകളിലും അബ്രഹാമിന്റെ സന്താന പരമ്പരകൾ സത്യദൈവത്തിന് വേണ്ടി, ഏകദൈവത്തിന് വേണ്ടി ദൈവശില്പിയായ നഗരത്തെ ശില്പിയായി നിർമ്മിച്ച നഗരത്തെ കൺപാർത്ത് വിശ്വാസത്താൽ ജയജീവിതം ചെയ്യുന്നു. അത് തകർന്നടിഞ്ഞു. ഒരു പുതിയ നാഗരികത ഉടലെടുത്തു, പേർഷ്യ. കുറെ കഴിഞ്ഞ് പേർഷ്യയും പട്ടുപോയി. പിന്നീട് ഇങ്ങോട്ട് വന്നത് അലക്സാണ്ടർ ഗ്രീസാണ്. ഏതാണ്ട് 2400 ഗ്രീക്ക് കാലാൽപ്പടയും 2650 മാസിഡോണിയൻ കാലാൽപ്പടയും 1800 ഗ്രീക്ക് കുതിരപ്പടയും 1400 മാസിഡോണിയൻ കുതിരപ്പടയും 800-ൽ പരം കരുത്തന്മാരായ സൈനിക നേതാക്കന്മാരും അവരെ നയിക്കുന്ന 4 സർവ്വ സൈന്യാധിപന്മാരും ചുറ്റും നിൽക്കുന്ന മഹാസാമ്രാട്ടിന്റെ പേരാണ് മഹാനായ അലക്സാണ്ടർ. ലോകത്തിൽ ഇത്രയും സുരക്ഷ വർദ്ധിപ്പിച്ച സെക്യൂരിറ്റി ഫോഴ്സുള്ള ഒറ്റ ഒരുത്തനുമില്ലായിരുന്നു ഇത്രയും കുതിരപ്പട. അതിന്റെ നടുവിൽ ബ്യൂസി ഫാലസ് എന്നറിയപ്പെടുന്ന ഭംഗിയുള്ള കുതിരപ്പുറത്ത് അലക്സാണ്ടർ യാത്ര ചെയ്യുന്നത്. കുറ്റാക്കുട്ടിയിടത്തും കോഴിച്ചൊരിയുന്ന മഴയത്തും ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ യുദ്ധം ചെയ്യാൻ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ പോറസിനെ നേരിടുന്ന കാലത്ത് ഹിന്ദുക്കുഷ് പർവ്വതനിരകൾക്കപ്പുറത്ത് അദ്ദേഹം ഒരുക്കിയ ചതിക്കുഴികളുടെ നടുവിൽ പതറാതെ അലക്സാണ്ടർ വന്നു. ഒടുവിൽ പോറസ് നേരിട്ടിറങ്ങി ആനപ്പുറത്തിരുന്നു കൊണ്ട് അലക്സാണ്ടർ യുദ്ധം ചെയ്തപ്പോൾ തനിക്കെതിരെ ചങ്കുറ്റം കാട്ടിയ പോറസിനെ കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആളിന്റെ പേര് അലക്സാണ്ടർ. ഇത്രയും വലിയ മനുഷ്യൻ അങ്ങനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് തിരിച്ചു ചെല്ലുന്ന വഴിക്ക് ഇത്രയും പടയാളികളുടെ, ഇത്രയും സൈന്യങ്ങളുടെ ചുറ്റുമതിലുകളെ ഭേദിച്ചുകൊണ്ട് ഒരു ചെറിയ പനിയുടെ രോഗബീജം അവന്റെ ഉടലിൽ കടന്നു. ഏത് ഉന്നതന്റെ മീതെ അത്യുന്നതനുണ്ടെന്ന് ഞങ്ങൾ വെറുതെ അല്ല പറയുന്നത്. ഉലകത്തിലെ ഒരു സുരക്ഷയിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഉലകത്തിൽ ഒരുക്കുന്ന ഒരു രക്ഷയിലും നമുക്ക് വിശ്വാസമില്ല. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കേതം, അവനെന്റെ കോട്ട, അവനെന്റെ ശാശ്വത ശൈലം എന്ന് വിശ്വസിക്കുന്നവനാണ് ദൈവത്തിന്റെ മകൻ. അലക്സാണ്ടർ 32-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. മെംഫീസിലെ ചരിത്ര പ്രസിദ്ധമായ കല്ലറയിലേക്ക് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പോലീസിലെ സ്വർണം കൊണ്ടുണ്ടാക്കിയ മനോഹര സ്വർണ്ണ പേടകത്തിൽ കിടത്തി അടക്കം ചെയ്തു. ടോളമിയുടെ കാലത്ത് ഈ ശവപ്പെട്ടി തല്ലിപ്പൊളിച്ചെടുത്ത് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് ചുമക്കുവാൻ വേണ്ടി 100 കുതിരകളെ വേണ്ടി വന്നെന്നാണ് പറയുന്നത്. ഒറ്റ ശവപ്പെട്ടി ചുമക്കാൻ അതിൽ കൊണ്ടുണ്ടാക്കിയ നാണയം. അതൊക്കെ പോട്ടെ, ആ മനുഷ്യനും ഉലകത്തിൽ നിന്ന് നിഷ്കാസിതനായി. പിന്നീട് ഇങ്ങോട്ട് വന്നത് റോമക്കാര. 300-350 കൊല്ലം അവർ ലോകത്തെ ഭരിച്ചു. പക്ഷേ ഈ റോമൻ ചക്രവർത്തിമാർക്കൊരു ഔദ്യോഗിക പേരുണ്ട്, കൈസർ. ഇന്ന് പേരിടുന്നത് പട്ടിക്ക് വേണ്ടിയാണ്. കൈസർ ഇവിടെ വാട എന്ന് പറയുമ്പോൾ റോമിലെ ഭരണാധികാരി അല്ല വരുന്നത്, അവനിങ്ങി വരും 4 വീലർ. അവൻ വന്ന് ഡിസ്ക് ബ്രേക്ക് ഇട്ടിരുന്നു. ഇപ്പം വാലുവാട്ടി ഇങ്ങനെ റേസ് ചെയ്ത് വെച്ചേക്ക് ആക്സിലേറ്റർ തൊട്ടുമുമ്പിൽ വന്നിക്കുക. ഇത് വെറുതെ പറഞ്ഞല്ല. ഈ നായ ഒരു നല്ല മൃഗമാണ്. ഈ പോലീസ് വളർത്തുന്ന നായ ഉണ്ടത് പോലീസ് കൊടുക്കുന്ന ഭക്ഷണം ഒഴിച്ച് വേറൊന്നും കഴിക്കുകയില്ല. നമ്മളൊന്നും കൊടുത്താൽ കഴിക്കുകയില്ല. അതിലും നല്ലത് അതിൻ്റെ ചിട്ട എങ്ങനെയാണ് എന്നുവെച്ചാൽ ലോക്കൽ നായ്ക്കളുണ്ട്. അത് ഒരുത്തൻ മത്തിയും മേടിച്ചുകൊണ്ട് പോയി ആ പുറകെ പോകും. അതിനെ മണം പിടിച്ച് അങ്ങോട്ട് പോകുമ്പോൾ വേറൊരുത്തൻ അവിടെ നിന്ന് ഇങ്ങോട്ട് അതിലും വിലപിടിപ്പുള്ള മത്സ്യവും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു, ആ പുറകെ പോകും. അങ്ങനെ കുറേ പേര് നമ്മളിവിടെ നിന്ന് വിട്ടുപോയി എന്നുള്ളത് ആരും വിഷമിക്കണ്ട. മണം പിടിച്ച് കുറേ പേര് പോയി എന്നുള്ളത് നമ്മളധികം വിഷമിക്കാനൊന്നുമില്ല. പിന്നെ അതിനാണോ എന്തെങ്കിലും സെമിനാർ, അതിനെന്തൊരു പ്രതിഷേധം? അതുപോട്ട് അവനങ്ങോട്ട് പോവും, അവൻ ഇങ്ങോട്ട് വരും, അവൻ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരും. കൈസറയെ വാടാന്ന് വിളിക്കുമ്പോൾ പോകുന്നവനുണ്ട്. എല്ലാവരെയും കിട്ടിയല്ലെന്നേ അവിടെ. അന്തത്തുള്ളതൊന്നും അങ്ങനെ പോകില്ല. പെട്ടെന്ന് അങ്ങനെ വല്ലതും പോകാൻ പറ്റുമോ? ഇങ്ങോട്ട് പോവാ, വിഷയത്തിൽ കിടക്ക്, വിഷയത്തിൽ ശ്രദ്ധ പോകരുത്. അപ്പോൾ 4 സാമ്രാജ്യങ്ങൾ, ഈ 4 സാമ്രാജ്യങ്ങളും തകർന്നടിഞ്ഞു. പക്ഷേ അവരുണ്ടാക്കി വെച്ച ചില ഗുണങ്ങളുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ വിടുന്നു, അത് ആത്മീയമാണ്. ഒത്തിരി പറയാനുണ്ട് ദാനിയേലിന്റെ സംഭവം. രണ്ടാമത്തെയും വിടുന്നു, സമയക്കുറവാണ് എൻ്റെ കാരണം. മൂന്നാമത്തേത് പറയാതിരിക്കാൻ തരമില്ല. മഹാനായ അലക്സാണ്ടർ ലോകം മുഴുവൻ പിടിച്ചെടുത്ത വഴിക്കൊരു പണി ചെയ്തു. മുഴു ലോകവും
താൻ സംസാരിക്കുന്ന ഒരു ഭാഷയുടെ കീഴിലാക്കി. താൻ പിടിച്ചെടുക്കുന്ന പടയോട്ടം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ഗ്രാമർ സ്കൂളുകൾ സ്ഥാപിച്ചു. വൈയാകരണന്മാരെ നിയമിച്ചു ഭാഷ പഠിപ്പിക്കാൻ. അങ്ങനെ ലോകമാസകലം അലക്സാണ്ടർ ഇന്ന് ഇംഗ്ലീഷ് എന്ന വണ്ണം ഒരു ഭാഷ സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് ഗ്രീക്ക്. ഗ്രീക്ക് വാസ് ദ ലിംഗ്വ ഫ്രാങ്ക്വ ഓഫ് ദ ആൻഷ്യന്റ് വേൾഡ്. പുരാതന ലോകത്തിൻ്റെ മുഖ്യ സമ്പർക്ക ഭാഷയായിരുന്നു ഗ്രീക്ക്, അലക്സാണ്ടറുടെ ഭാഷ. അത് ലോകം മൊത്തം വ്യാപിച്ചു. ഞങ്ങൾ ഈ ഭാഷയിലല്ലേ പുതിയ നിയമം എഴുതിയേ. ഈ ഭാഷയിൽ പുതിയ നിയമം എഴുതിക്കൊണ്ടുള്ള ഗുണം എന്താ? ഏതാണ്ട് 50-60 വർഷത്തിനുള്ളിൽ അപ്പോസ്തലന്മാർ എവിടെ പോയോ അവിടെല്ലാം ഈ ഭാഷയിൽ ഞങ്ങളൊന്ന് പ്രസംഗിച്ചു. കേട്ടവർക്ക് മനസ്സിലായി. ആര് പറഞ്ഞിട്ട് ഇന്നതാ പറയുന്നത്. പിന്നെ ഏത് ബൈബിൾ എവിടെ പോയും തിരുത്താൻ പറ്റും? എങ്ങനെ പറ്റും? ആർക്ക് പറ്റും? ഉലകം മുഴുവൻ 1-ാം നൂറ്റാണ്ടിലെ വ്യാപരിച്ച പുസ്തകത്തിൻ്റെ പേരാ ബൈബിൾ. അത് പുതിയ നിയമം മാത്രമല്ല, പഴയ നിയമം കൂടെ വ്യാപിച്ചു ഉലകം മുഴുവൻ. രണ്ടാമത് ഇങ്ങോട്ട് വന്ന് റോമക്കാർ ചെയ്തൊരു പണിയുണ്ട്. അവർ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് നല്ല റോഡ് വെട്ടാനാണ്. അല്ല, നമ്മുടെ കൂട്ടൊന്നുമല്ല. നമ്മളെന്താ ചെയ്യുന്നത്? ഉള്ള റോഡിൻ്റെ നടുക്ക് കുമ്മായം കലക്കി വെള്ള കളറിലൊരു വര, എന്നിട്ട് പറയാം ഹൈവേ ആണ്. ഇതാണ് ഹൈവേ. നമ്മുടെ ഈ മന്ത്രിമാരും മറ്റാളുകളുമൊക്കെ ഈ വിദേശ രാജ്യങ്ങളിൽ പോകാറുണ്ട്. ഗൾഫിലുമൊക്കെ അമേരിക്കയിലുമൊക്കെ പോകും. പോയിട്ട് വന്നവർക്കെതിരെ പ്രസംഗിക്കുമെങ്കിലും അവിടെ ചില നന്മയുണ്ട്. നല്ല റോഡുകൾ. ഈ നന്മയൊന്നും അവരിങ്ങോട്ട് കൊണ്ടുവരില്ല. നമ്മുടെ ചില മന്ത്രിമാരെല്ലാം പണ്ട് അമേരിക്ക ചുറ്റിക്കറങ്ങി വന്നപ്പോൾ അവിടെ ഉണ്ട് ആണുമാണ് ഒരുമിച്ച് കൂടി തോളെ കൈയിട്ട് പറയാ, ഡാർലിംഗ് നമുക്ക് പള്ളിയിൽ പോകാം. പെണ്ണും ഒരുമിച്ച് കൂടി വിട്ടുക, നമുക്ക് പാർക്കിൽ പോകാം. ഇത് കണ്ട് നമ്മുടെ മന്ത്രിമാർ പറഞ്ഞു, കേരളത്തിൽ നമുക്ക് ഇത് നടപ്പിലാക്കണം. പെട്ടെന്ന് നന്മ നടപ്പിലാക്കാനുള്ള ബോധം ഇവർക്കുണ്ടാകാനാണ് പ്രാർത്ഥിക്കേണ്ടത്. നല്ല റോഡും ഒക്കെ വരട്ടെ. പിന്നെ അപ്പോൾ പോട്ടെ. ഇതേ വിധം ഏറ്റവും നല്ല റോഡ് പുരാതന ലോകത്തുണ്ടാക്കിയ ആളുകളാണ് റോമക്കാർ. എല്ലാ റോഡും റോമിലേക്ക്. വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന കടൽ തീരങ്ങളെ കനാലുകൾ വെട്ടി ഏകോപിപ്പിച്ചു. നദികളിൽ നിന്ന് കനാല് വെട്ടി കടലിലേക്ക് ഷോർട്ട് കട്ടുകൾ ഉണ്ടാക്കി. എന്തിനാ ചെയ്തേ? 4-5 ആഴ്ചകൾ കൊണ്ട് കപ്പലിൽ പോകേണ്ട ദൂരം 2 ദിവസം കൊണ്ട് പോകാവുന്നതായി. നല്ല റോഡ്. കരഗതാഗതം ശക്തമായി. കടൽ കൊള്ളക്കാരെ കർശനമായി ഒതുക്കി. റോമൻ ഭരണകൂടം അങ്ങ് ശക്തിപ്പെടുത്തി. ഇതും ബൈബിളുമായിട്ട് എന്താ ബന്ധമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, ഇങ്ങോട്ട് മാത്രം. ഒരാളങ്ങോട്ട് മാറി എന്നോർത്ത് അങ്ങോട്ട് നോക്കരുതെന്ന് എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഒരാൾ പോകുന്നത് കണ്ടിട്ടില്ലാത്തൊരു നോക്കിയോ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഇതിനിടയ്ക്ക് ഒരാൾക്കൊന്ന് പോകണം, ഇവിടുന്ന് പോകണം, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഈ കൃപയിൽ എന്ന് തോന്നുന്നവർക്ക് പോകാം. പോകുന്നതിന് കുഴപ്പമില്ല. ഞാൻ ഈ ട്രിവാൻഡ്രത്ത് കാട്ടാക്കടയ്ക്കപ്പുറത്ത് 6 കൊല്ലം മുമ്പ് ഒരു പ്രസംഗത്തിന് വന്നു. നമ്മുടെ വിക്ടർ ഫിലിപ്പച്ചാനും ഒക്കെ ഉണ്ട്. കത്തിക്കയറി ഞാൻ ഇങ്ങനെ പ്രസംഗിച്ച് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ റോഡരികിൽ ഒരു വല്ലാത്ത ബഹളം. പ്രസംഗം നിന്നുപോയി. നോക്കിയപ്പോൾ എന്താ? നമ്മുടെ യോഗത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നൊരു പെങ്കൊച്ച് ഇറങ്ങിയൊരൊറ്റ പോക്കാണ്. അവൾ വെറുതെ അല്ല പോയത്, ഒരുത്തനെ പറഞ്ഞൊപ്പിച്ച് വെച്ചിരുന്നു. അവൻ്റെ ബൈക്കിൽ കയറിയൊരു പോക്ക്. അന്നുപോലെ എനിക്ക് കൂടുതൽ ശക്തിപ്പെടുന്നവരെ കാണുമ്പോൾ പേടിയാ. അവൾ സുരക്ഷിത സ്ഥാനം നോക്കി വന്നാണ്. ഒറ്റ പോക്ക്. ആകപ്പാടെ യോഗം നിന്നു. അവരുടെ അമ്മ കിടന്ന് അലറുന്നു, ബഹളം വെക്കുന്നു. അവൾ വിശ്വാസിയല്ല. അവളും കണ്ടോ ആ പൂതവും കൂടി ഇങ്ങോട്ട് കയറി വന്നു നമ്മളെ പറയിപ്പിക്കുന്നു. ഇല്ല, എന്തൊക്കെയാണെങ്കിലും അതിന് ശേഷം ഈ യോഗം തീരും മുമ്പ് ഇറങ്ങിപ്പോകുന്നവരെ കാണുമ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണ വരും അറിയാതെ. ഈ ആശീർവാദം പറയുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരെ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കയറി വരും. എൻ്റെ ആശീർവാദം കഴിഞ്ഞ് എങ്ങനെ ഇവിടുന്ന് പോകാറുള്ളൂ കുറഞ്ഞ നിമിഷം. ഇല്ല, ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കും. പിന്നെ എന്നോട് ചോദിച്ചു, ഇനി അതിൽ പോകണം എന്നൊരാൾക്ക് തോന്നിയാൽ പോക്കോ. പക്ഷെ ചിലർ ഈ യോഗം വിട്ടു പോകുന്ന കണ്ടിട്ടുണ്ടോ? കാള പാത്രക്കടയിൽ കയറി വരണ്ട് ഓടുന്നോലെ പുസ്തകം കുലുക്കി പാത്രം എടുത്ത് കൊച്ചിനിട്ട് 2 തല്ലും തല്ലി ഒരു ബഹളം വെച്ചു വിട്ടുപോകുന്നേന്ന് പറഞ്ഞു. അടയാളം ഒന്നും കാണിക്കാതെ പോക്കോണം ഇന്ന്. വചനത്തിലേക്ക് വരാം, ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഗ്രീക്കുകാർ തൻ്റെ ഭാഷ ലോകമാസകലം വ്യാപരിപ്പിച്ചു.
മഹാനായ അലക്സാണ്ടർ തൻ്റെ ഭാഷ ഉലകത്തിൽ പ്രചരിപ്പിച്ചു. ആ ഭാഷ കൊണ്ട് ലോകത്തെ ഭരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിന് മുമ്പ് മരിച്ചുപോയി. തൊട്ടുപിന്നാലെ വന്ന റോമക്കാർ നല്ല റോഡുകൾ വെട്ടി ഗതാഗതം ശക്തിപ്പെടുത്തി. അത് അവർക്കും പ്രയോജനപ്പെട്ടില്ല. പിന്നെ ആർക്കാ പ്രയോജനപ്പെട്ടേ? അത് നമ്മൾ ദൈവമക്കൾക്കായിരുന്നു പ്രയോജനപ്പെട്ടത്. നമ്മളാണത് യൂട്ടിലൈസ് ചെയ്തത്. നമ്മളാണത് പ്രയോജനപ്പെടുത്തിയത്. എങ്ങനെ? ഈ ഭാഷയിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് കൊണ്ട് ഉലകത്തിൽ ഏവർക്കും സുവിശേഷം മനസ്സിലായത്. ഈ ഭാഷയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടിയത് കൊണ്ട് അവർക്ക് ഉലകമാസകലം സഞ്ചരിക്കാൻ സാധിച്ചത്. ഈ നല്ല വഴികളും കനാലുകളും കിട്ടിയത് കൊണ്ട് കടലിലെ ആപത്തുമൊക്കെ സഹിച്ച് അപ്പോസ്തലന്മാർക്ക് ഉലകം തെറ്റാൻ സാധിച്ചത്. അങ്ങനെ അപ്പോസ്തലന്മാർ ചിലർ നമ്മുടെ നാട്ടിലും ചേക്കേറിയത് എങ്ങനെയാ? ഈ വഴി അവർ വെട്ടിവെച്ച് തന്നിട്ട് പോയി. ഇത് കണ്ട് അത്ഭുതപ്പെട്ട പൗലോസ് എഴുതി വെക്കുക, കാലസമ്പൂർണത വന്നപ്പോൾ, ലോകം പരിഷ്കാരത്തിന്റെ അത്യുച്ച കോടിയിലെത്തിയപ്പോൾ, അതിന്റെ വികാസ പരിണാമങ്ങൾ ഉത്തുംഗങ്ങളിലേക്ക് വളർന്നപ്പോൾ, ആ സമയം നോക്കി ദൈവം തന്റെ അരിമകുമാരനാകുന്ന യേശു കർത്താവിനെ ഇഹത്തിലേക്ക് അയച്ചു. അതുകൊണ്ട് ഇഹത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളുടെ നടുവിൽ അത്യുന്നതന്റെ നിയന്ത്രണമുണ്ട്. ഇഹത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ ഏത് പ്രവൃത്തിയും നിശ്ചയിച്ചുറപ്പിച്ചവൻ കർത്താവാണ്. എന്തേ ഞാൻ പറയാൻ കാരണം? ലോകം വികാസതലങ്ങളിൽ മുൻനിരയിൽ നിന്ന പഴയകാലം ഭാഷാപരമായി ഒരു ഭാഷയുടെ കീഴിൽ തിരിച്ചു വന്നൊരു കാലം. അന്നാണ് യേശുക്രിസ്തു പിറന്നത് എങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാഴ്ച മനസ്സിലാക്കും. ലോകം വീണ്ടും അറിയാതെ ഒരു ഭാഷയുടെ കീഴിലേക്ക് തിരിച്ചു വരുന്നു. ലോകത്തേറ്റവും കിടയറ്റ ഗതാഗത സൗകര്യങ്ങളും വാർത്താവിനിമയ സൗകര്യങ്ങളും ഉണ്ടാകുന്നു. എന്തിന്? രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ഞങ്ങൾക്ക് മുഴു ലോകത്തോടും പ്രസംഗിക്കാൻ കഴിയും വിധം ലോകം അറിയാതെ ഒരുങ്ങുമ്പോൾ, ചിലയിടത്ത് സുവിശേഷ യോഗങ്ങളെ വിലക്കുമ്പോൾ, അനുമതികൾ കിട്ടാതിരിക്കുമ്പോൾ, സാഹചര്യങ്ങൾ സംജാതമാകാതിരിക്കുമ്പോൾ, ഒരു നിമിഷം കൊണ്ട് ഉലകത്തെ മുഴുവൻ സുവിശേഷം അറിയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാക്കി വെക്കും. അപ്പോൾ ഈ യുഗാവസാനം വരും. അപ്പോൾ പുനരാഗമനം സംഭവിക്കും. പണ്ടൊരിക്കൽ അവരത് തെളിയിച്ചെങ്കിൽ. അതുകൊണ്ടാണ് സഹോദരരെ ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശു കർത്താവ് വീണ്ടും വരും. ആ വരവിന്റെ തൊട്ടു മുമ്പ് ഒരു ദൂതൻ പ്രഖ്യാപിക്കുക, ഇനി കാലം ഉണ്ടാകില്ല. ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുവിന്റെ പിറവിയുടെ തൊട്ടു മുമ്പ് കണ്ട യുഗപരമായ 4 സാമ്രാജ്യങ്ങളുടെ ഒരു തനിയാവർത്തനം ഇന്നും സംഭവിക്കുന്ന കാഴ്ച കാണാം. യേശുവിന്റെ കാലഘട്ടത്തിൽ, യേശുവിന്റെ പിറവിക്ക് തൊട്ടു മുമ്പ് ബാബിലോൺ, പേർഷ്യ, ഗ്രീസ്, റോമ എന്നിങ്ങനെയുള്ള 4 സാമ്രാജ്യങ്ങൾ യേശുവിന്റെ ജനനത്തെ കൈക്കൊള്ളാൻ അവരറിയാതെ ഒരുങ്ങിയതുപോലെ ഈ ലോകം അറിയാതെ ഒരുങ്ങുന്നു യേശുവിന്റെ വരവിന് വേണ്ടി. എങ്ങനെ? ചില വാക്യങ്ങൾ കൂടി ഒന്ന് വായിച്ച് സഹായിച്ചാൽ ആളുകൾക്കത് ബോധ്യം വരും. യേശുവിന്റെ വരവിന് വേണ്ടി ഈ ലോകം വീണ്ടും അറിയാതെ ഒരുങ്ങുന്നു. എടുത്തു വെച്ചോളണം. വെളിപ്പാട് പുസ്തകം 6:1 മുതൽ വായിക്കണം. വെളിപ്പാട് 6:1. യേശുവിന്റെ വരവിനോടനുബന്ധിച്ച് ലോകം അറിയാതൊരുങ്ങുന്ന ഒരു ക്രമത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. വെളിപ്പാട് 6:1 മുതൽ. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇവിടെ 4 കുതിരകളെ ദർശനത്തിൽ കാണുകയാണ്. ഒന്നൊരു വെള്ളക്കുതിര, എടുത്തു വെച്ചോളണം ആ ഭാഗം. 2 ഒരു ചുവന്ന കുതിര. 3 ഒരു കറുത്ത കുതിര. 4 ഒരു മഞ്ഞ കുതിര. 4 രാജ്യങ്ങൾ, 4 കുതിരകൾ. കുതിര അധികാരത്തിൻ്റെയും വേഗതയുടെയും ജീവിയാണ്. രാജാക്കന്മാരും ചക്രവർത്തിമാരും ഉപയോഗിച്ച വാഹനമാണ് 4 കുതിരകൾ. ഈ 4 കുതിരകളെ സ്വർഗത്തിലെ 4 ജീവികൾ ആരാധിക്കുന്ന കെരൂബുകൾ വിളിക്കുന്നു. 1-ാം ജീവി സിംഹമുഖമുള്ളത്, 2-ാം ജീവി കാളയുടെ മുഖമുള്ളത്,
മൂന്നാം ജീവി മനുഷ്യന്റെ മുഖമുള്ളത്. നാലാം ജീവി കഴുകന്റെ മുഖമുള്ളത്. ഒന്നാം ജീവി വിളിക്കുന്നു, ദാ വരുന്നു ഒരു വെള്ളക്കുതിര എന്ന് വച്ചാൽ ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യം. സിംഹം വിളിക്കുമ്പോൾ വരുന്നു ഒരു വെള്ളക്കുതിര. രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം. കാള വിളിക്കുമ്പോൾ, വരിക എന്ന് വിളിക്കുമ്പോൾ വരുന്നു ഒരു ചുവന്ന കുതിര. മൂന്നാം ജീവി മനുഷ്യന് സദൃശ്യം. മനുഷ്യൻ വിളിക്കുമ്പോൾ ദാ വരുന്നു ഒരു കറുത്ത കുതിര. നാലാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. അത് വിളിക്കുമ്പോൾ ദാ വരുന്നു ഒരു മഞ്ഞ കുതിര. ഈ മഞ്ഞ എന്ന പരിഭാഷ ശരിയല്ല. വിളറിയ പച്ച എന്ന് കാണുന്നു, പെയിലി ഗ്രീൻ, അതാണ് ശരി പരിഭാഷ. വിളറിയ പച്ചക്കൊരു മഞ്ഞ കളറുണ്ട്, പക്ഷെ ശരി പരിഭാഷ വിളറിയ പച്ച. എന്താണിത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ്, പിറവിക്ക് മുമ്പ്, അറിഞ്ഞോ അറിയാതെയോ ഈ ലോകം ഒരുങ്ങിയതുപോലെ യേശുവിന്റെ പുനരാഗമനത്തിന് വേണ്ടി ഈ ലോകം ഒരുങ്ങുന്നു, അറിഞ്ഞോ അറിയാതെയോ. സിംഹം വിളിച്ചു, വരിക. ഒരു വെള്ളക്കുതിര വന്നു. ഇത് 4 സാമ്രാജ്യങ്ങളാണ് ഈ കാലഘട്ടത്തിലെ. ആധുനിക യുഗത്തിലെ ഏറ്റവും ശക്തമായ ഒരു സാമ്രാജ്യം അത് ബ്രിട്ടന്റേതായിരുന്നു. ഇംഗ്ലീഷ് വേൾഡ് ആയിരുന്നു. ഇംഗ്ലീഷ് വേൾഡിനെ നയിച്ച ബ്രിട്ടൻ ഒരു കാലത്ത് ഉലകം മുഴുവൻ ഭരിച്ചിരുന്നു. ആ ബ്രിട്ടനിൽ നിന്ന് പറഞ്ഞുപോയ കഴുകന്റെ ചിറകാണ് അമേരിക്ക. ആ ബ്രിട്ടനിലെ ഏറ്റവും മോശപ്പെട്ടവരെ, തെമ്മാടികളെ മാറ്റിപ്പാർപ്പിച്ച തൊഴുത്തായിരുന്നു ആസ്ട്രേലിയ. വിവരം കേട്ടവനെ പാർപ്പിച്ച ഓസ്ട്രേലിയയിൽ. അതുകൊണ്ടാണ് കുഞ്ഞെ ഒരു വിക്കറ്റ് വീഴുമ്പോൾ അമ്മ ഈ സച്ചിനെ തെറി പറയുന്നു, ബോധമില്ല. മനസ്സിലാകുന്നല്ലോ. അമ്മമാരെ കൊണ്ട് അവിടെയും പാർപ്പിച്ചു. ഇംഗ്ലീഷ് വേൾഡ് അവൻ്റെ തന്നെ വകഭേദമാ. സ്പാനിഷ്, സ്പെയിൻകാരൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വെള്ളക്കാരൻ. വൈറ്റ് പവറായിരുന്നു അടുത്ത കാലം വരെ ലോകത്തിലെ ശക്തി. എന്താ ഈ സായിപ്പ് പറഞ്ഞുകൊണ്ടിരുന്നല്ല, അവൻ പറഞ്ഞതല്ല സമാധാനം. അവൻ്റെ ചിരി കണ്ടാലേ നമുക്ക് മനസ്സിലാകും ഇന്ന് തന്നെ ഇവൻ സമാധാനം തന്നിട്ടേ പോവുള്ളൂ. ഉറപ്പാ സമാധാനം. പക്ഷെ അവൻ ചെയ്തതെല്ലാം ക്രൂരങ്ങളായ ഇടപെടലുകളായിരുന്നു. 20 ലക്ഷം ആളുകൾക്ക് ആഹാരം വിളയിച്ചു കൊടുക്കുന്ന വിയറ്റ്നാമിലെ വയലുകളിൽ ബോംബിട്ടു. നിയമപ്രകാരം നിലവിലിരുന്ന സദ്ദാം ഭരണകൂടത്തെ അട്ടിമറിച്ചു കൈക്കീഴിലാക്കി. അഫ്ഗാനിസ്ഥാനെ ഭീകരതയുടെ പേരിൽ കുളം തോണ്ടി. ഇറാനിലും ഇറാഖിലും സുന്നി ഷിയ കലാപങ്ങൾ വഴി അടിച്ച് ഈ എണ്ണക്കിണറുകളുടെ ആധിപത്യം പിടിച്ചു. അന്നേരവും പുള്ളി ചിരിക്കുന്നുണ്ട്. ആ മുഖത്തിനൊരു വാട്ടവും ഇല്ല. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് പണിയൊപ്പിച്ചവൻ്റെ പേരാണ് സായിപ്പ്. അവൻ നമുക്കിട്ടൊരു പണി തന്നു പണ്ട്. ഇവിടെ നീണ്ടകര തുറമുഖത്ത് നിന്നൊക്കെ കയർ വിലയ്ക്ക് വാങ്ങി പണ്ട് സായിപ്പ്. നീണ്ടകര കയറുകൾക്ക് വലിയ ഡിമാൻഡ്. കയറ് നമ്മളങ്ങോട്ട് തട്ടിക്കൊടുക്കുക ഇഷ്ടം പോലെ. കയറിന് വില കൂട്ടിയപ്പോൾ അവർ പറഞ്ഞു വില കൂടിയാലും കുഴപ്പമില്ല, ഇതിങ്ങനെ തരാൻ പറഞ്ഞു. ആ കയറ് മതി. കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കയറിൻ്റെ വലിപ്പം കുറച്ചു, എന്നാലും കുഴപ്പമില്ല, നീണ്ടകര കയറ് വേണം. കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകളല്ലേ പരിപാടി ആരംഭിച്ചു. അവർ ഈ കയറ് ശരിക്കും അങ്ങോട്ട് വെള്ളത്തിലിട്ട് മുക്കി വലിച്ച് മണലിൽ പൂഴ്ത്തി അവസാനം വന്നപ്പോൾ കയറില്ല, ഈ മണൽ മാത്രമേ ഉള്ളൂ. എൻ്റെ അകത്തൂടി ഇങ്ങനെ പോയിരിക്കുക, നമ്മുടെ ഈ ട്യൂബിനകത്ത് ത്രെഡ് പോലെ. എന്നാലും സാരമില്ല, അത് മതി. ഒടുവിൽ അതും തീർന്നപ്പോൾ പറയാ, ഇനി ഞങ്ങൾക്ക് കയറ് വേണ്ട, ആ മണൽ ഇച്ചിരി കിട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ ഇവനെ പറ്റിച്ചു. പക്ഷെ അവൻ നമ്മളെ പറ്റിച്ചു. അവൻ ചോദിച്ച കയറല്ല, ആ മണലായിരുന്നു, പറ്റിയിരിക്കുന്ന മണൽ. ടൈറ്റാനിയം അവൻ അടിച്ചു മാറ്റി നമ്മളെ. ഇങ്ങനെ പറഞ്ഞാലേ നമുക്ക് അതിൻ്റെ വില അറിയാതെ പോകുള്ളൂ. അടിച്ചു മാറ്റി. ഇതാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന കരിമണൽ ഖനനം. അതിൻ്റെ പഴയ പതിപ്പ് അവൻ ചെയ്തു വെച്ച കയറാന്നും പറഞ്ഞ് കൊണ്ടുപോയി തട്ടിക്കുടഞ്ഞെടുത്തത് ടൈറ്റാനിയം സ്പോഞ്ച് ഉണ്ടാക്കുന്ന ആ വിദ്യ. പിടികിട്ടിയോ നിങ്ങൾക്ക്? എല്ലാവരെയും ചൂഷണം ചെയ്തു അവൻ. ഈ കുതിര ആര് വിളിച്ചപ്പോഴാണ് വന്നേന്ന് നോക്കുക. ഒരു സിംഹം. സ്വർഗത്തിലിരുന്നൊരു സിംഹം വിളിക്കുക, വരിക, നിന്റെ ആധിപത്യമാണ്. അവനിങ്ങ് വന്നു. അവൻ മീതെ ഒരുത്തനിരിക്കുന്നു. അവൻ ഒരു വില്ല് പിടിച്ചിരിക്കുന്നു. കയ്യിലൊരു വില്ലുണ്ട്. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. യുദ്ധമാമാരുടെ ഹോബി.
അമേരിക്കയുടെ സന്തോഷം തന്നെ എവിടെങ്കിലും ഒരു യുദ്ധം വേണം, അല്ലെ പുള്ളിക്ക് മനസ്സമാധാനമില്ല. അമേരിക്കയ്ക്കും ബ്രിട്ടനും. ഇത് വായിച്ചിട്ടൊരിക്കൽ എന്നോടൊരാൾ പറഞ്ഞു, പാസ്റ്റ് അവിടെ ശ്രദ്ധിച്ച് നോക്കിയോ, അതിൽ പോകുന്നവൻ്റെ കയ്യിൽ വില്ലുണ്ട്, അമ്പില്ല, അതുകൊണ്ട് അവൻ്റെ പണി നടക്കുകയില്ല. ഞാൻ പറഞ്ഞ സ്നേഹിത, ഈ വില്ലുണ്ടെന്ന് പറയുന്നിടത്തെല്ലാം അമ്പുണ്ട്. എന്താ അതിൻ്റെ തെളിവ്? സ്നാപക യോഹന്നാന്റെ കാര്യം പറയുക. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. പാൻറ്റിട്ടതായിട്ടൊരു വാക്യമില്ല ഇവിടെ. എന്നർത്ഥം പാൻറ്റിടാതെ തോൽവാറും ധരിച്ചിരുന്നാണോ? അല്ല. പത്രോസ് സംസാരിപ്പാൻ വായ തുറന്നു, പിന്നെ അടച്ചതായിട്ട് വാക്യമില്ല. ഇങ്ങനെ ഇരിക്കുകയല്ല പുള്ളി. അത് ഊഹിച്ചെടുത്തോളം വിവരമുള്ളവൻ. വില്ലുണ്ടോ അമ്പുണ്ട്. ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. സിംഹം ഗ്രേറ്റ് ബ്രിട്ടന്റെ ചിഹ്നമാണ്. സ്വർഗത്തിലിരിക്കുന്ന ഈ ജീവി എങ്ങനെ ബ്രിട്ടന്റെ പ്രതീകമായി ഈ കുതിരയെ വിളിക്കും അറിയുക. ഭൂമിയിലെ ഏത് കാര്യത്തിലും അത്യുന്നതന്റെ നിയന്ത്രണമുണ്ട്, അതാ സൂചിപ്പിക്കുന്നത്. അമേരിക്ക വച്ചപിടിച്ച് ക്യാപിറ്റലിസത്തിന്റെ ശക്തിയിൽ മുന്നേറും കാലത്ത് അതിനോട് കിടപിടിക്കുന്ന ഒരു രണ്ടാം സാമ്രാജ്യം പ്രത്യക്ഷപ്പെട്ടു. ഏതാ രണ്ടാം സാമ്രാജ്യം? ഒരു കാള വിളിക്കുക, കാളമുഖമുള്ള ജീവി വിളിക്കുക, വരിക. കാള വിളിക്കുമ്പോൾ വരുന്നത് ആരെയെന്ന് കാണുക, ഒരു ചുവന്ന കുതിര. എന്താ ഈ കാളയുടെ ജോലി? കാളയുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇരിപ്പ് സെക്രട്ടേറിയറ്റ് യൂണി ക്ലർക്കാന്ന് തോന്നുന്നല്ലോ. കാള തൊഴിലാളിയാണ്. മുഖം ചുമക്കുന്ന കാള ഒരിക്കലൊരു വിളി യൂറോപ്പിൽ നിന്നാണ്. സർവരാജ്യ തൊഴിലാളികളിൽ വരാൻ സംഘടിക്കാൻ. ആ വിളി കേട്ടപ്പോൾ ഒരു ചുവന്ന കുതിര, അതിലിരിക്കുന്നവന് മനുഷ്യൻ അന്യോന്യം സമാധാനം എടുത്തു കളയത്തക്ക വിധത്തിൽ അതിന് അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും. മാവോയിസം, ലെനിനിസം, സ്റ്റാലിനിസം, ഈ നിലപാടിലൊക്കെ രക്തരൂക്ഷിത വിപ്ലവം കൊണ്ട് ലോകത്തെ ചുവപ്പിച്ച ഒരു പുത്തൻ പ്രത്യയശാസ്ത്രം രൂപപ്പെട്ടു. അത് റഷ്യൻ ഭരണകൂടമായി ശക്തിപ്പെട്ടപ്പോൾ അമേരിക്കയ്ക്ക് കിടപിടിക്കാൻ കഴിയുന്ന ഒരു ശക്തിയായി റഷ്യ വളർന്നു. അങ്ങനെ ഒന്നും രണ്ടും ശക്തികൾ നിന്നു. പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ട് അഥവാ കഴിഞ്ഞ സഹസ്രാബ്ദം 1990-കൾ അത് അവസാനിക്കുന്നത് എങ്ങനെയായിരുന്നു? 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ലോകം കേട്ട് ഉണർന്നത്, ഉറങ്ങിയത് റഷ്യയുടെ തകർച്ചയോടുകൂടിയായിരുന്നു. ഡീസ്റ്റാലിനൈസേഷൻ, ഗ്ലാസ്തനസും പെരിസ്ട്രോയിക്കയും പോലെയുള്ള സാമ്പത്തിക പുനഃസംഘടനകൾ, ഗോർബേച്ചേവ് എന്ന പേരായ പ്രായം കുറഞ്ഞ പാർട്ടി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക പാതിരിമാരുടെ പിന്തുണയോടുകൂടി റഷ്യയിൽ നടപ്പിലായ സ്റ്റാലിൻ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ റഷ്യയെ ഛിന്ന ഭിന്നമാക്കി. അങ്ങനെ റഷ്യൻ ആധിപത്യം ചരിത്രത്തിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു. പിന്നെ ഒരൊറ്റ ശക്തിയെ ലോകത്തുണ്ടായിരുന്നുള്ളൂ, അമേരിക്ക. എന്നാൽ 2000 ആണ്ട് തുടങ്ങുന്നത് എന്ത് കേട്ടാ? അമേരിക്കയുടെ തകർച്ച കിട്ടുകൊണ്ട് 2000 ആണ്ട് തുടങ്ങുന്നത്, അഥവാ പുതിയ സഹസ്രാബ്ദം. അമേരിക്കയുടെ സമ്പദ് ശക്തി ഇടിഞ്ഞു, അത് കേട്ടുകൊണ്ട. 1ഉം 2ഉം ലോകരാഷ്ട്രങ്ങളെ, 1ഉം 2ഉം സാമ്രാജ്യങ്ങൾ കഴിഞ്ഞാൽ ലോകത്തുള്ള അടുത്ത രാജ്യങ്ങളെ ചേർത്തൊരു പേര് പറയാം, മൂന്നാംകിട രാജ്യങ്ങൾ, തേർഡ് വേൾഡ് കൺട്രീസ്. ഈ മൂന്നാം ലോക രാജ്യങ്ങളുടെ പ്രത്യേകത പട്ടിണിയാണ് അവരുടെ മുഖമുദ്ര. ദാരിദ്ര്യം അഥവാ പട്ടിണി അവരുടെ ലക്ഷണം. പകർച്ചവ്യാധിയാണ് അവരുടെ ഭീകരമായ സാഹചര്യം. കടക്കണിയാണ് അവരുടെ പ്രശ്നം. മനുഷ്യാവകാശ വിഷയങ്ങളാൽ അവർ ദുരിതമനുഭവിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളില്ല അവിടെ, മരുന്നിന് ക്ഷാമം. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ ആളുകളുടെ നിറം കറുപ്പാണ്. ബ്ലാക്സ് ആണ് അവർ. കറുപ്പാണ് ആ രാജ്യത്തിന്റെ നിറം, രാജ്യങ്ങളുടെ നിറം. ദാരിദ്ര്യമാണ് അവരുടെ ലക്ഷണം, ഇല്ലായ്മയാണ് അവരുടെ പ്രശ്നം. ഇങ്ങനെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളിലും ചില സമ്പന്ന രാജ്യങ്ങളുണ്ട്. ഇല്ലായ്മക്കാരുടെ ഇടയിലെ കാശുകാരൻ. അതാരാ? സംശയിക്കണ്ട, നമ്മുടെ ഇന്ത്യ തന്നെയാണ് മൂന്നാം ലോക രാജ്യങ്ങളിലെ സമ്പന്ന ശക്തി. അപ്പോൾ ഒരു കറുത്ത കുതിരയാ കാണുന്നത്. ഒരു മനുഷ്യനാ വിളിക്കുന്ന വരാൻ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടണമെന്ന്.
മൂന്നാമത്തെ കുതിര വരുമ്പോൾ ആ കുതിരയുടെ പുറത്തൊരുത്തനിരിക്കുന്നു, അവൻ കയ്യിൽ ഒരു തുലാസ് പിടിച്ചിരിക്കുന്നു. അപ്പോൾ ജീവികളുടെ നാടിന്റെയും നടുവിൽ നിന്നൊരു ശബ്ദം, പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരിടങ്ങഴി യവം, മൂന്നിടങ്ങഴി യവം, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ കൂലി ഒരു നേരം ആഹാരത്തിന്, ഒരു ദിവസത്തെ ആഹാരത്തിന് മാത്രം ഉതകും. എണ്ണയിൽ തുടരുത്, അത് ഇന്ധനമാണ്. വീഞ്ഞ് അധികം തീർക്കരുത്, അത് മരുന്നാണ്, ആൽക്കഹോൾ. എണ്ണ കുറവ് മൂന്നാം ലോക രാജ്യങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ട് പാചകവാതക സിലിണ്ടർ ഒത്തിരി ഉപയോഗിക്കരുത്, സർക്കാർ പറഞ്ഞു തുടങ്ങി. ഇന്ധനം കുറച്ച് ഉപയോഗിക്കാവുള്ളൂ, വില കുറഞ്ഞാലും കുറയ്ക്കുന്ന പ്രശ്നമില്ല. ഇതൊക്കെ ലോകം ചെയ്യുന്നതിന് എത്രയോ കാലം മുമ്പ് പ്രവചിച്ച കൃതിയുടെ പേരാണ് വിശുദ്ധ ബൈബിൾ. ഇന്ന് രാത്രി ഈ പുസ്തകം കൊണ്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ ഓർക്കണം. അല്ലയോ സഹോദരരെ, ഞങ്ങൾ വെറുതെ അല്ല ഇത് പ്രസംഗിക്കുന്നത്. ഈ കാലത്തെ വ്യാഖ്യാനിക്കുന്ന പുസ്തകം, അതത്ര വിശുദ്ധ ബൈബിൾ. പറഞ്ഞെനിക്ക് അവസാനിപ്പിച്ചേ പറ്റൂ. ഈ രാജ്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ ശക്തിപ്പെടുമ്പോൾ തൊട്ടടുത്ത് മറ്റൊരു സാമ്രാജ്യത്തെ കാണുന്ന വിളറിയ പച്ച എണ്ണയുൽപാദക രാജ്യങ്ങളാണ്. ഈ വിളറിയ പച്ച വിളറിപ്പോൾ അവര് കഴുകനാണ് അവരെ നിയന്ത്രിക്കുന്നത്. കഴുകൻ അമേരിക്കയുടെ ചിഹ്നമാണ്. അതങ്ങനെ എണ്ണ ഉൽപാദക രാജ്യങ്ങളെ അമേരിക്ക നിയന്ത്രിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ സൗദി അറേബ്യയിൽ പോയ സഹോദരന്മാരൊക്കെ പോണ്ട് ഉണ്ടാകണം. സൗദി അറേബ്യയിൽ നമുക്ക് ആരാധനാ കേന്ദ്രങ്ങളില്ല, ബൈബിൾ കാണാൻ പാടില്ല, അന്യമതസ്ഥർക്കൊന്നും അവിടെ സ്വാതന്ത്ര്യമില്ല. കുവൈറ്റിലും ഇറാഖിലും ഒക്കെ ഉണ്ട്, ഇറാനിലും ഒക്കെ ഉണ്ട്, മറ്റു സ്ഥലങ്ങളിൽ പലയിടത്തും ഉണ്ട്. സൗദി അറേബ്യയിൽ മാത്രമില്ല. ബൈബിളൊക്കെ കണ്ടാൽ പിടിച്ച് നമ്മൾ അകത്തിടും. പള്ളിയില്ല, ആരാധനയില്ല. ഇതാ നമ്മൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ വസ്തു അങ്ങനല്ല. സൗദി അറേബ്യയിലും പള്ളിയുണ്ട്. അതിലെ പരസ്യമായി ബൈബിളും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവിടെ ശരീരം മുഴുവൻ മൂടി എല്ലാവരും വസ്ത്രം ധരിക്കണമെന്നുണ്ട്. പക്ഷെ അതിലെ കൊച്ചുടുപ്പിട്ട് അർത്ഥനഗ്നയായി നടക്കുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ട്. അത് നമ്മളാരും അല്ല, സായിപ്പും മദാമയാണ്. ഒറ്റ ഒരുത്തൻ തൊടുന്നില്ല. മദാമ കുഞ്ഞുടുപ്പിട്ടായില്ലേ നടക്കുന്നത്. അവൻ്റെ ഈ ബൈബിളും ഉണ്ട്. അവർ പരസ്യമായി പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ ചെയ്യാത്തൊന്നും? ഈ നയം എല്ലായിടത്തും വേണമെങ്കിൽ എല്ലാവരോടും വേണ്ടേ? ബാക്കി ആൾക്കാരുടെ കാര്യം കഷ്ടം, നമ്മുടെ കാര്യത്തിൽ ശരിയാ. കഴിവുള്ളവനെന്നും കാര്യക്കാരന് അവന് തൊട്ടിട്ടില്ല. അമേരിക്ക അവിടെ ചെലുത്തി വെച്ച സർവാധിപത്യം അറേബ്യൻ രാജ്യങ്ങളുടെ പച്ചയുടെ വീര്യം കെടുത്തിക്കളഞ്ഞു. അതിനെ മഞ്ഞ നിറത്തിലാക്കി. അമേരിക്കയെ കുറ്റം പറയുമ്പോഴും അറബി രാജ്യങ്ങളെ, എണ്ണ ഉൽപാദക രാജ്യങ്ങളെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് അവരാ. എന്ന താമസം വിനാ ഈ ശക്തികൾ മുഴുവൻ ക്ഷയിക്കും. കാരണം ഒരു തമ്മിലടിയുടെ സാധ്യത വർദ്ധിക്കുന്നു. ഭീകരവാദത്തിന്റെ മറവിൽ അമേരിക്ക അടിക്കാൻ തയ്യാറായി വരുന്നത് എണ്ണക്കിണറുകളിൽ കണ്ണുനട്ടാണ്. തിരിച്ചടിക്കാൻ താണിയില്ലാത്ത അറബി രാജ്യങ്ങൾ ഒരു പ്രത്യേക നിലവാരത്തിൽ റഷ്യയോട് കൂട്ടുകൂടും. ഈ കൂട്ടിൽ ഒരു പുതിയ ലോകമഹായുദ്ധത്തിന് കളമൊരുങ്ങും. അപ്പോൾ മരണം സംജാതമാകും. വചനം പറയുക, ഞാൻ പാതാളം അവരെ പിന്തുടരുന്ന കാഴ്ച കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. അതികഠിനമായ ക്ഷാമത്തിന്റെയും ഭീകരതയുടെയും ഒരു പുതുലോക രാജ്യത്തിന്റെ ക്രമം ഉലകത്തിൽ സംജാതമായി കൊണ്ടിരിക്കെ ലോകമറിയാതൊരുങ്ങുന്നു യേശുവിന്റെ ദൈവരാജ്യത്വത്തിന്റെ വരവിന്. ഈറ്റിനോവിന്റെ ആരംഭം കുറിക്കുന്ന സംഭവഗതികൾ ലോകത്ത് സംജാതമാകുമ്പോൾ അതിനപ്പുറത്ത് മറ്റൊരൊരുക്കം കാണാം. തന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. ബ്ലസ്കണ്ടല എന്ന ഈ മനോഹര യോഗത്തിൽ ഇന്ന് രാത്രി സംബന്ധിക്കുന്നവരിൽ കാന്ത എന്ന പദവി കിട്ടാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അറിയുക, ലോകമൊരുങ്ങുന്നു. അറിയാതെ യേശുവിന്റെ വരവിന് നമുക്ക് അറിഞ്ഞുകൊണ്ടൊരുങ്ങ. എനിക്കെന്റെ യേശുവിന് വേണ്ടി ഒരുങ്ങണം. അവിടുത്തെ വരവിനായി കാത്തിരിക്കണം, അവനായി ജാഗരിക്കണം. അതിന് അവിടുന്ന് തന്നെ വിളിച്ചിരിക്കുന്നത്. ഒരുങ്ങുവാൻ കിട്ടിയ ഒടുവിലത്തെ നിമിഷം ഇന്നെങ്കിൽ ഇന്ന് രാത്രി ഒരുങ്ങണം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവവിധങ്ങൾ തിരിച്ചറിയണം. ഇനി കാലമുണ്ടാകയില്ല. നിഴലുകൾ പൊരുളുകളായി അർത്ഥവത്തായ ഒരു ജീവിത സത്യത്തിലേക്ക് തന്റെ മക്കളെ നയിക്കാൻ ദൈവം കാത്തിരിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയുടെ സമയമെടുത്തു. നമ്മെ അവന്റെ സന്നിധിയിലേക്ക് ചേർക്കുന്ന മനോഹര നിമിഷത്തിന് സാഹചര്യം സംജാതമായിരിക്കുന്നു. നമുക്കൊരുങ്ങി പറ്റൂ. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെയും വിടുതലിന്റെയും സന്തോഷം ഉലകത്തോട് പ്രഖ്യാപിക്കുവാൻ ഇനിയും നമ്മൾ അമാന്തിച്ചുകൂടാ. സമയം അടുത്തിരിക്കുന്നു. ഒന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിർത്താം. സഹോദരീ, ഇന്ന് ഭൂമിയിലായിരിക്കുന്ന ദൈവസഭയ്ക്കൊരു ഒരുക്കമുണ്ട്. ദൈവസഭയുടെ ഇന്നത്തെ ഭൂമിയിലെ സ്ഥിതി
വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീയുടെ അവസ്ഥയാണ്, ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ്. നോക്കണം, പലസ്തീനിയായിൽ വിവാഹ നിശ്ചയം നടക്കുന്നത് ചെറിയ പ്രായത്തിലാണ്, കൊച്ചുകുട്ടിയായിരിക്കും. എൻ്റെ മുമ്പിൽ ഒത്തിരി കൊച്ചു കുഞ്ഞുങ്ങളിരിക്കുന്നു. കുഞ്ഞെ, നിങ്ങളൊക്കെ പലസ്തീനിലായിരുന്നെങ്കിൽ ഇപ്പൊ കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ. മനസ്സിലായോ? അവളുമാരുടെ മുഖം ഒന്ന് പ്രകാശിച്ചു. കല്യാണ നിശ്ചയം ഈ പ്രായത്തിൽ കഴിയും. പെണ്ണിൻ്റെ ഒരു 9 വയസ്സ് പ്രായം, 8 വയസ്സ് പ്രായം, 10 വയസ്സ് പ്രായം, അല്ലെ 11 വയസ്സ്, 12 ആകുമ്പോഴേ വീട്ടുകാർ എങ്ങനെങ്കിലും കല്യാണം നിശ്ചയിക്കണം. പയ്യൻ 1 വയസ്സ്, 1/2 വയസ്സ്, 2 വയസ്സൊക്കെ കൂടുതൽ. നിശ്ചയം കഴിഞ്ഞ ഈ ആൺകുട്ടി ഇവളെ ഒരു മോതിരമണിയിക്കും. വിലപിടിപ്പുള്ള ഒരു ചതുർദ്രഹ്മ പണം, കഴിവത് സ്വർണം തന്നെ കൊടുത്തിട്ട് പോകും. വീണ്ടും അവൾക്കൊരു ശിരോവസ്ത്രം അണിയിക്കും. ഇവനങ്ങ് പോകും. നിശ്ചയം കഴിഞ്ഞു. എന്ന് നിശ്ചയം കഴിഞ്ഞുവോ അന്ന് മുതൽ എപ്പോൾ വേണമെങ്കിലും ഈ വിവാഹം നടക്കാം. നാളെ നടക്കാം, അടുത്ത ആഴ്ച നടക്കാം, അടുത്ത മാസം നടക്കാം, അടുത്ത വർഷം നടക്കാം, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. അത് തീരുമാനിക്കാനുള്ള അവകാശം വരന്റെ പിതാവിനാണ്. എന്താ പിന്നെ തടസ്സം? തടസ്സം ഇത്രേ ഉള്ളൂ. വരൻ എന്ന് വധുവിനെ വിട്ടുപോന്നോ, അവര് നിർദ്ദിഷ്ട വധുവെന്നോ ഒന്നുമല്ല പറയുന്നത്. ഭാര്യയും തന്നെ പിന്നെ ഈ കുട്ടിയെ കാണണം, ഭർത്താവെന്ന് തന്നെ അവനെ കാണണം. നിശ്ചയം കഴിഞ്ഞാൽ മതി. അതിനാ വചനം പറയുന്നത്, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളാൻ ശങ്കിക്കേണ്ട. അന്ന് കല്യാണമൊന്നും കഴിഞ്ഞില്ല. നിശ്ചയം കഴിഞ്ഞ ഭാര്യ ഒരു നാട്ടിൽ. എത്ര തവണ തൻ്റെ കാന്തന്റെ നാമം പൊതുസ്ഥലങ്ങളിൽ ഈ പെൺകുട്ടി ഉരുവിടുന്നുവോ അത് അവളുടെ മാന്യത വർദ്ധിപ്പിക്കുമെന്നാണ്. ഒരു കാന്തൻ ഉള്ളതുപോലെ അവൾ ജീവിക്കണോ? പിടിയോ? ഈ കാന്തൻ ഇട്ടുകൊടുത്ത ശിരോവസ്ത്രം അണിഞ്ഞ് അവൾ പുറത്തിറങ്ങാവൂ. എന്താ കാര്യം? ശിരോവസ്ത്രം അണിയാതെ പുറത്തിറങ്ങുന്ന ഇവളെ കണ്ടാൽ നാട്ടുകാർ ഓർക്കും ഈ പെണ്ണിന്റെ കല്യാണ നിശ്ചയമൊന്നും കഴിഞ്ഞില്ല. ഇവളെ വല്ല കല്യാണത്തിനൊക്കെ ചെന്ന്, മറ്റ് കല്യാണത്തിനൊക്കെ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അവളെ കാണുമ്പോൾ ചില അമ്മച്ചിമാർ പറയും, നമ്മുടെ ഫെർണാണ്ടസിനൊന്ന് ആലോചിച്ചാലോ അവളെ. ഇത് വരാതിരിക്കാൻ അവൾ ശിരോവസ്ത്രം അണിഞ്ഞേ പുറത്തേക്ക് പോകാവൂ. ഞാൻ എൻ്റെ കാന്തനുള്ളവൾ എന്നതിൻ്റെ തെളിവാണ് ഈ ശിരോവസ്ത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇതിലെ പെണ്ണുങ്ങൾ ഇതൊന്നും ഇല്ലാതെ ടി വിക്കകത്ത് കയറി ഇന്ന് പ്രസംഗിച്ചങ്ങ് ആടുക. കണ്ടിട്ടുണ്ടോ പരിപാടി? ഇത് കാണുമ്പോഴേ യേശുവിൻ്റെ രക്തം ചിരകളിൽ ഓടുന്ന ദൈവമക്കൾ ആ ഭൂതത്തെ ശാസിച്ചേക്കടം മഹതിയാം ബാബിലോൺ വീണുപോട്ടെ. മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? ശിരോവസ്ത്രം അണിയാതെ ഒറ്റയാളെ ഇന്നത്തെ കാണാൻ പാടില്ല സഹോദരിമാരെ. അങ്ങനെയാണ് അത് വചനം തന്നിരിക്കുന്ന ക്രമമാണ്. ഇവരങ്ങ് പോയി. എന്താ ഈ കല്യാണത്തിന് താമസം? എന്നാകുന്നുവോ ഈ വരൻ കണ്ടുറപ്പിച്ചു പോയത്, അന്ന് മുതൽ അവൻ സ്വന്തം ചിലവിൽ, സ്വന്തം റിസ്കിൽ ഒരു വീട് പണിയണം കാന്തയോടൊത്ത് പാർക്കാൻ. വീട് പണിയാൻ ശേഷിയില്ലാത്തവൻ വീടോട് ചേർത്തൊരു മുറി ഉണ്ടാക്കണം. നല്ല മുറിയായിരിക്കണം, അത്രേ ഉള്ളൂ. ഇതിന് രണ്ടിനും കഴിയാത്തവൻ എന്ത് ചെയ്യണമെന്ന് യഹൂദാ തൽമൂദിലും പാരമ്പര്യത്തിലും ഒന്നുമില്ല. പക്ഷെ എനിക്കറിയാം. ഞാൻ ലാഡി കൊടുത്ത് കല്യാണം എന്നൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴേ പോടാന്ന് പറയണം. മനസ്സിലാകുന്നു? അതാണ് അവിടുത്തെ രീതി. അപ്പോൾ ഈ കൊച്ചൻ എങ്ങനെ വീടുണ്ടാക്കും? അവനിവിടുന്ന കാശ് 12 വയസ്സുകൊണ്ട് വീടുണ്ടാക്കാൻ പോകുമോ? വീടുണ്ടാക്കാൻ പോകുന്നു, അവൻ റീചാർജ് ചെയ്യാൻ പോകുന്നു, അവനാകെ വിഷമിക്കുകയാണ്. നമ്മുടെ പിള്ളേരാണെങ്കിൽ അവനെങ്ങനെ പണം? നിശ്ചയമുറപ്പിച്ച ഒരു വീട്ടിൽ ഒരു അതിഥി എത്തിയാൽ ഇറങ്ങും മുമ്പ് ചോദിക്കും, നിശ്ചയം കഴിഞ്ഞ ഒരാളുണ്ടോ, ഒരു വരനുണ്ടോ? ഉണ്ട്. കുഞ്ഞെ, എൻ്റെ ഇത് നിനക്കിരിക്കട്ടെ. അവരൊരു പാരിതോഷികം കൊടുക്കും. ഇവൻ നന്ദി പറഞ്ഞത് വാങ്ങണം. വാങ്ങിയ ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ അമ്മ പറയും, നിന്നെ കാത്ത് ഒരു പെൺകുട്ടി ഇരിക്കുന്നു, അവൾക്ക് വേണ്ടി മാറ്റി വെക്കണം. ഈ കുട്ടി ഓടിക്കൊണ്ട് അപ്പൻ്റെ പക്കൽ കൊടുക്കും, ഇതാ എനിക്ക് കിട്ടിയതാ. എത്ര അവന് കിട്ടിയോ അതിനനുസരിച്ച് അപ്പനും കയ്യിൽ നിന്നിടണം. ഇങ്ങനെ ഈ വീട് പണി പുരോഗമിക്കണ്ടേ. എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ പോകുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എങ്കിലും നമുക്കൊന്ന് പാർക്കാൻ ഞാൻ ഒരു ഭവനം നിങ്ങൾക്ക് ഒരുക്കാൻ പോകുന്നു. അത് തീർന്നു കഴിഞ്ഞാലുടൻ നിങ്ങളെ ചേർത്തുകൊള്ളും. ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി അവിടുന്ന് നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അവൻ പോയി. വീട് പണി നടക്കട്ടെ.
മനസ്സിലായി? ഒരു യഹൂദൻ എന്നായി സമ്പാദിക്കാനും വീട് പണി പഠിക്കാനും ഒക്കെ ശീലിക്കുന്നത്? നമ്മളായി കല്യാണത്തിൻ്റെ തലയാഴ്ച വിളിച്ചിട്ട് കൗൺസിലിംഗ് ആണ്. ഈ കൊച്ചു പിള്ളേരെ കേൾക്കൽ ആവശ്യമില്ലാത്തെല്ലാം പറയാം കൗൺസിലിംഗ് ആണ്. എന്നാൽ പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഈ പെണ്ണെന്ത് ചെയ്യണം? അവരുടെ നാട്ടിൽ രാത്രിക്കാണ് വിവാഹ ചടങ്ങ്. എല്ലാ പ്രഭാതത്തിലും ഈ കാന്തയെ അപ്പനമ്മമാർ വിളിച്ചുണർത്തി പ്രാർത്ഥന കഴിഞ്ഞനന്തരം വിശേഷപ്പെട്ടൊരു നിലയങ്കി എടുത്ത് കാട്ടിപ്പറയും, കുഞ്ഞേ ഇന്നായിരിക്കും നിന്റെ കാന്തൻ വരുന്നത്, ഇത് നിന്നെ അണിയിക്കുന്ന ദിവസം ഇന്നായിരിക്കും, ഒരുങ്ങി കാത്തിരിക്കണം. കുളിച്ച് റെഡിയായി തൈലം പൂശി കുളിക്കണം, മുടി ചീകി വൃത്തിയാക്കണം, നഖം വെട്ടി കാത്തിരിക്കണം, അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കണം, കാലും കൈയുമൊക്കെ ശുദ്ധയായിരിക്കണം. മനസ്സിലായോ? നമ്മുടെ ചില കാന്തന്മാർ കുളിക്കുന്ന തന്നെ ആ കല്യാണത്തിൻ്റെ തലേ ആഴ്ചയാണ്, സമയക്കുറവാണ്. കാല് തേച്ച് കഴുകി കുളിക്കും, അതുമില്ല. കുഴിനോകം പിടിച്ച് കാലും വെണ്ടി തിരിക്കുക. അന്നേരം ആ ഉണർവ് യോഗം നടക്കുന്നത്. ഉണർവ് യോഗത്തിൽ ചിലർ വന്നിട്ട് പറയും, കാലയിൽ ആന്ത്രാക്സ് ബാധിച്ച ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്, അന്നേരം കയറി വരിക പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ മുഖമൊക്കെ പെയിന്റ് അടിച്ച് വൃത്തിയാക്കും, കാലൊരു പോലെ കയറി വരിക. കാലയെ ബാധിക്കുന്നതാണ് ആന്ത്രാക്സ് എന്ന് ചോദിക്കരുത്, ഇപ്പൊ വിടുതലാന്ന്. പക്ഷെ അവരങ്ങനല്ല. ശരീരശുദ്ധി, മനഃശുദ്ധി, കാന്തനോടുള്ള ഏകാഗ്രത, അങ്ങനെ കാത്തിരിക്കണം. അവളോട് പറയും, കുഞ്ഞേ കാന്തൻ തനിച്ചല്ല വരുന്നത്, പിതാവും കൂട്ടരും ഒക്കെ കാണും, അതുകൊണ്ട് പരിസരവും ശുദ്ധിയായിരിക്കണം. രാത്രിയിൽ കാന്തൻ നിന്നെ കാണാൻ അരികിൽ വരുമ്പോൾ നിന്റെ കൂട്ടുകാരെ കൂടി വിളിച്ച് കാന്തനെ സ്വീകരിക്കാൻ വിളക്കിൽ എണ്ണ കരുതിയിരിക്കണം. അതാ മത്തായി 25 കാണുന്ന 10 കന്യകമാരുടെ ഉപമ. അത് സഭയല്ല, കന്യകയാണ് സഭ, കന്യകമാരല്ല സഭ. അവർക്ക് മണവാട്ടിലെ കൂടുള്ള അവിടെ ഒപ്പന പോലൊരു പരിപാടി, ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴർദ്ധരാത്രിക്ക് കാന്തൻ വരും. നിനയാത്ത നിമിഷത്തിൽ മനുഷ്യപുത്രന് വരും. അതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം എന്ന് വചനം പറയുന്നതിന്റെ പൊരുൾ ഇത് തന്നെ. അപ്രതീക്ഷിതമാണ് കാന്തൻ വരുന്നത്, അതുകൊണ്ട് വർഷങ്ങളെടുക്കാം ഇത്രയും സംഭവിക്കാൻ. പക്ഷെ ഒരു കാര്യം, ഏതെങ്കിലും കാരണവശാൽ ഈ പെൺകുട്ടി മനസ്സുമാറി മറ്റൊരു വിധത്തിൽ പോകുകയോ ഒക്കെ ചെയ്താൽ ഈ വിവാഹം പാളിപ്പോകും. അത് കാന്തൻ അപമാനമാണ്. അത് വരാതിരിക്കാൻ കാന്തൻ ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പനുമായി ആലോചിച്ച് തൻ്റെ ചാർച്ചയിൽപ്പെട്ട ഒരു കാര്യസ്ഥനെ ഈ പെൺകുട്ടിയെ വാച്ച് ചെയ്യാൻ, നിരീക്ഷിക്കാൻ ഇവിടെ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ഈ പെണ്ണ് ഇതുവരെ കണ്ടിട്ടില്ല ഈ കാര്യസ്ഥനെ. പക്ഷെ അവക്കറിയാം ഇതുവഴി കറങ്ങുന്നുണ്ട് ആള്. ഇപ്പൊ വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ലക്ഷണമൊക്കെ അവൻ കാണിച്ചു തരും. ഇത് അങ്ങോട്ട് പോയി. അവൻ ഇതുവരെ വെളിപ്പെടത്തില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം ഇല്ല. ഞാൻ പോയി കഴിഞ്ഞാൽ പിതാവിൻ്റെ അരികിൽ നിന്ന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ യേശു ജീവിച്ചിരുന്ന കാലത്തെക്കാൾ ശ്രേഷ്ഠമാണ് കാര്യസ്ഥൻ പ്രവർത്തിക്കുന്ന ഈ കാലം. അതുകൊണ്ട് ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാർ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ കാലം, ആ കാര്യസ്ഥൻ പ്രവർത്തിക്കുന്ന കാലം. പക്ഷെ ഒന്ന്, ഈ കാര്യസ്ഥൻ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി മാനം മര്യാദയ്ക്ക് പോകണം. കാര്യസ്ഥൻ നോക്കുക. കാര്യസ്ഥൻ നോക്കുമ്പോൾ കുളിയില്ല, നനയില്ല, പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, ഇങ്ങനെ പോവുക. കാന്തയാണ്. കാര്യസ്ഥൻ നോക്കുമ്പോൾ ഞായറാഴ്ച രാവിലെ തലമുടിയെല്ലാം ഇങ്ങനെ കോതി യോഗത്തിന് പോവാ, മലമ്പുഴ യക്ഷി വരുന്ന പോലെ. ഇങ്ങനെ വന്നാൽ കാര്യസ്ഥൻ നാണക്കേടാകും. അത് വരാതിരിക്കാൻ ഒരുവിധപ്പെട്ട ചെറിയ കുറ്റമൊക്കെ കാര്യസ്ഥൻ പറയും, പോട്ടെ. പുള്ളിയുടെ ലക്ഷണം ഈ കല്യാണം എങ്ങനെങ്കിലും നടത്തണം, അതിന് ഒരുങ്ങുന്നവനാ കാര്യസ്ഥൻ. ഇത് തട്ടിമാറ്റുകയല്ല പുള്ളിയുടെ ലക്ഷ്യം. എങ്ങനെയും ഈ വിവാഹം നടത്തണം. ചെറിയ കുറ്റമൊക്കെ കണ്ടാൽ പറയും, പോട്ടെ, ഞാൻ ഏറ്റു, കാര്യമൊക്കെ ഏറ്റു. എന്നാൽ ഈ കുട്ടിയുടെ കുറ്റം അധികമാകുന്നു. കാര്യസ്ഥനും ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്റെ കാര്യം പോകാം. പിതാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കും, പുത്രനു നേരെ പറഞ്ഞത് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. ഇന്ന് രാത്രി വചനത്തിന്റെ അത്തരം ഒരു പൊരുൾ കൊണ്ടിട്ട് പറയാ, അങ്ങടെ ആത്മാവിനാൽ അടിയറയും നിയന്ത്രിക്കണമേ, അടിയറേയും അങ്ങടെ ആത്മാവിൽ നിമഗ്നം ചെയ്യുവാൻ ഒരിക്കൽ കൂടി കൃപ ചെയ്യണമേ. ആ ഒരുക്കമാണ് സഭയുടെ ഒരുക്കം. അതിനുവേണ്ടിയാണ് ദൈവത്തിന്റെ തിരുസഭ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കാന്തനിങ് വരും, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരുന്ന ഒരു ശുഭനിമിഷം കാത്ത് ഇന്നിവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്കൊരുങ്ങ, ജാഗരിക്ക, ഉണരാ, പ്രാർത്ഥിക്ക.
ഒരാളെങ്കിലും ഈ വചനം കേട്ടിട്ട് കാന്ത എന്ന സൗഭാഗ്യ പദവി കരഗതമാക്കാതെ ഉണ്ടെങ്കിൽ ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് തെറ്റി ഒഴിയാവതല്ല. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. അതിന് മുമ്പ് ഉണർന്നേ പറ്റൂ. നമുക്ക് അവനായി ജാഗരിക്കുക. കാലം ഇനി ഉണ്ടാകയില്ല. അവനെ കൈക്കൊണ്ടവർ, അവനെ സ്വീകരിച്ചവർ നിമജ്ജന സ്നാനമേറ്റ് യേശുവോട് അടുത്തു വരുവാൻ ഈ വചനം കർമ്മ നൈരന്തത്തിന്റെ ഇടപെടലാകട്ടെ, പുത്തൻ ഉണർവാകട്ടെ. ഒരു വേള കണ്ണു തുടയ്ക്കാം. എല്ലാ ഹൃദയവും ഏകാഗ്രമാക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു വേള പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വേദി കൈമാറുന്നു. പ്രാർത്ഥിക്കാം. ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ കേട്ട ഈ തിരുവെഴുത്ത് എന്തു ബോധ്യപ്പെടുത്തുന്നു? യേശു വരാറായി. ഈ കാന്തന് വേണ്ടി ഒരുങ്ങാൻ ഇനിയും നിങ്ങൾ താമസം വരുത്തിക്കൂടാ. ഇതുവരെയും രക്ഷാനുഭവം പ്രാപിക്കാത്ത ഒരാളെങ്കിലും ദൂരത്ത് വരികിലും ഇരുന്ന് കേൾക്കുന്നെങ്കിൽ, സ്നാനമേൽക്കാതെ ഒരാളെങ്കിലും മാറി നിൽക്കുന്നെങ്കിൽ, സ്നാനമേറ്റിട്ടും പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോയി തിരിച്ചു വരാൻ കഴിയാതെ വിഷണ്ണനായി കഴിയുന്നെങ്കിൽ, ഇതൊക്കെ സത്യമാണെന്നറിഞ്ഞിട്ടും അകന്നു നടക്കുന്നെങ്കിൽ, ഇതൊക്കെ അനുസരിച്ചിട്ടും എനിക്ക് വേണ്ടും വണ്ണം മുന്നേറാൻ കഴിയുന്നില്ല, യേശുവെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന പുതുവഴികളിലൂടെ സഞ്ചരിപ്പാൻ അങ്ങനെ ആത്മാവിന്റെ ശക്തി എനിക്ക് ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരളവിൽ വചനമുള്ളത്തിൽ തൊട്ടവർ മാത്രം കരമുയർത്തിയട്ടെ, അവർ മാത്രം പ്രതികരിച്ചട്ടെ. വചനം ഹൃദയത്തിൽ സ്പർശിച്ച ദൈവമക്കൾ കരമുയർത്തുന്നു. ദൈവം നിങ്ങളെ ഉത്തേജിപ്പിക്കട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വചനം സ്പർശിച്ചവർ മാത്രം ഞാൻ അവർക്ക് വേണ്ടി ഒരു വേള പ്രാർത്ഥിക്കുന്നു. ഒരു വേള മാത്രം. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുമ്പാകെ ശോഭയേറും രാജ്ഞിയായി ഞാൻ. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുമ്പാകെ ശോഭയേറും രാജ്ഞിയായി ഞാൻ. നാളിലെന്നെ ചേർത്തിടും താൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. നാളിലെന്നെ ചേർത്തിടും താൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. എനിക്ക് മഹാഭാഗ്യം ദൈവമേ നീയൊരുക്കിയോ. എനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയോ. എന്റെ സമ്പത്ത് ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്ത് ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. യേശു കർത്താവേ, അങ്ങ് ഞങ്ങളുടെ സമ്പത്താണ്, അങ്ങ് ഞങ്ങളുടെ ഐശ്വര്യമാണ്, അങ്ങ് ഞങ്ങളുടെ പദവിയാണ്. കാലവിളമ്പുമന്യേ സാധുക്കളായി ഞങ്ങളെയും ചേർക്കാൻ വാണവിരവിൽ പ്രത്യക്ഷനാകുന്ന നിന്നെ കണ്ട് ചാരിതാർത്ഥ്യമടയുവാൻ, മണവാളനെ തിരുമുഖത്തുനിന്ന് സ്ഫുരിക്കുന്ന സൂര്യകിരണങ്ങളേറ്റ് ഞങ്ങൾ ആനന്ദ തുന്തലരാകുവാൻ, ഉലകം ഇതുവരെ തരാത്ത സമാധാനത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്തുവാൻ, വലിയ ജയം ഞങ്ങൾ പ്രാപിക്കുവാൻ ഈ വചനം കേട്ട ഏവരെയും സഹായിക്കണമേ. ജയാളിയായ നിന്നെ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഞങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തുന്നു. അങ്ങ് മാത്രം ശ്രേഷ്ഠൻ, അങ്ങ് മാത്രം രക്ഷകൻ, അങ്ങ് മാത്രം ഉലകത്തിന്റെ നാഥൻ. രക്ഷ അങ്ങയിൽ കൂടി മാത്രം. അങ്ങയുടെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. അങ്ങയുടെ പുത്രന്റെ രക്തത്തിൽ ഞങ്ങൾക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അത് കരഗതമാക്കാൻ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ഉത്തേജിപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു.